Hi. Good evening. So, നമുക്കൊരു 2 minutes കൂടെ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Okay, so let's start. Hi guys, welcome back to Intravel Learning. സോ അപ്പോൾ ഒരു പുതിയ ഫെമിലിയർ ആയിട്ടല്ലാത്തൊരു ഫേസ് ആയിരിക്കും ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഞാൻ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് പവൻ എന്നാണ്. ഇൻട്രവെല്ലിലെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. സോ നമ്മളിന്ന് വന്നിട്ടുള്ളത് CBSE ക്ലാസ് 10 കെമിസ്ട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും ബോർഡ് എക്സാംസിനുള്ള ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻസിലായിരിക്കും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്റായിട്ടും നോക്കിയിട്ട് പോകേണ്ട ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇപ്പോൾ ഉണ്ടാവുക. നമ്മുടെ സിലബസ് നമുക്ക് മെയിൻലി 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ആൻഡ് ലാസ്റ്റ്ലി ദ ക്ലാസിക് കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്സ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് 10th കവർ ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റ് ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ചാപ്റ്റർ ആയിട്ട് പിക്ക് ചെയ്ത് അതിനകത്തു നിന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയും അതുപോലെ തന്നെ അവിടെ നിന്ന് എന്തൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആ ഒരു സെഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഐഡിയലി ആസ് എ കെമിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ കെമിസ്ട്രി സ്റ്റുഡൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റത്തെ കാര്യമാണ് എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാട്ട് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൗ ക്യാൻ യു ഡിഫൈൻ എ കെമിക്കൽ റിയാക്ഷൻ? സോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേമാൻ ലാംഗ്വേജിൽ നമുക്ക് എങ്ങനെ പറയാം, റിയാക്ടൻസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ് അല്ലേ, അല്ലെങ്കിൽ ഒരു ന്യൂ സബ്സ്റ്റൻസ് ഒരു ന്യൂ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമുക്ക് എന്ത് വിളിക്കുക, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുക. ആൻഡ് എങ്ങനെയൊക്കെയാണ് നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഓഫ് കോഴ്സ് ചേഞ്ച് ഇൻ കളർ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കില്ല അറ്റ് ദ എൻഡ് നമുക്ക് കിട്ടുന്ന കളർ. അങ്ങനത്തെ കളർ ചേഞ്ചിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് കേസസ് വരുന്നുണ്ട്. നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ റിയാക്ഷൻ ടെമ്പറേച്ചർ കൂടുന്ന കേസസും ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറയുന്ന കേസസും ഉണ്ട്. അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി വരുന്ന അപ്കമിങ് സ്ലൈഡ്സിൽ അത് കവർ ആവുന്നുണ്ട്. ഓക്കെ, സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു കെമിക്കൽ റിയാക്ഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ആൻഡ് തേർഡ് വൺ ആണ് എവല്യൂഷൻ ഓഫ് ഗ്യാസ്. ദിസ് ഇസ് വൺ ഓഫ് ദ വെരി കോമൺ ഒബ്സർവേഷൻസ്. ഇപ്പോൾ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ടാവും. എന്താണ്, നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ ജസ്റ്റ് എന്തെടുത്തു, ഒരു ആസിഡ് എടുത്തു, സേ HCl. ആ HClലേക്ക് നമ്മൾ കുറച്ച് സിങ്ക് മെറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുന്നത്. അതായത് H2 ഗ്യാസ് ഫോർമേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ബബിൾ ഫോർമേഷൻ. സോ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു കെമിക്കൽ റിയാക്ഷനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ എവല്യൂഷൻ ഓഫ് ഗ്യാസ് ആണ് നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ കൺഫേം ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ നിങ്ങൾ ഒരു 12th എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഹാൻഡ്സ് ഓൺ കെമിസ്ട്രി പ്രാക്ടിക്കൽസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമുക്കിപ്പോൾ ഒരു റിയേജന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിനകത്തേക്ക് നമ്മളൊരു സെക്കൻഡ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ താഴെ ഒരു സോളിഡ് ലൈക്ക് പാർട്ടിക്കിൾസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കുക. സോ ദാറ്റ് ഇസ് കോൾഡ് പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ. ആൻഡ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലൈക്ക് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ചേഞ്ച്. നമ്മുടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങനെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഇത്രയും രീതികളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നുള്ള കാര്യം കൺഫേം ചെയ്യാനായിട്ട് പറ്റുക. സോ വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫസ്റ്റ് നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഇത് നിങ്ങളോട് ഒരിക്കലും വാട്ട് യു മീൻ ബൈ എ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഗിവ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനത്തെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ CBSE ക്ലാസ് 10th തീരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെന്താണ്, നമുക്കൊരു എക്സ്പെരിമെന്റ് ആയിട്ട് തന്നിട്ടുണ്ടോ? അത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് ഓരോന്നിനും ഈ ചേഞ്ച് ഇൻ കളർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഫോർമേഷൻ ഓഫ് ഗ്യാസ്, പ്രസിപ്പിറ്റേറ്റ്, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ഇതിന് എല്ലാത്തിനും എന്തുണ്ട്, ഡീറ്റെയിൽഡ് എക്സ്പെരിമെന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പാരഗ്രാഫ് ഒരു കേസ് പോലെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സെക്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സോ അൾട്ടിമേറ്റ്ലി യു നോ ദി ആൻസർ. എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്നും എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും യു നോ. അപ്പൊ അതിനനുസരിച്ച് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും അത് മനസ്സിലാക്കി എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അത്രയാണ് എനിക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ആൻഡ് സെക്കൻഡ് വൺ, വാട്ട് ഡു യു മീൻ ബൈ എ കെമിക്കൽ ഇക്വേഷൻ? കെമിക്കൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ, നമ്മളിപ്പോൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു, ആ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ കെമിസ്ട്രി ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുക. കെമിസ്ട്രി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ഉണ്ട്, അവർക്ക് കെമിക്കൽ ഫോർമുലാസ് ഉണ്ട് അല്ലെങ്കിൽ കെമിക്കൽ സിമ്പിൾസ് ഉണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് ആ ഒരു റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നോർമൽ ഒരാൾ ഇപ്പോൾ മെഗ്നീഷ്യം ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിന് എങ്ങനെ പറയാം, magnesium is reacting with oxygen to form magnesium oxide. ഇങ്ങനെയാണ് നമ്മൾ ഒരു നോർമൽ ലേമാൻ ലാംഗ്വേജിൽ പറയാം. ആസ് കെമിസ്റ്റ് നമ്മൾ അതിനെ കെമിസ്ട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷനിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക, മെഗ്നീഷ്യം ഇസ് അവർ റിയാക്ടന്റ്, ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് O2 ആൻഡ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്, MgO. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ കൊടുക്കുക. ആൻഡ് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, wherever you give a chemical equation, എന്ത് മാൻഡേറ്ററി ആണ്, ആ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്, ഈ ഫിസിക്കൽ സ്റ്റേറ്റ് ആ ഒരു ഇക്വേഷനിൽ കൊടുക്കേണ്ടത് ഹൈലി മാൻഡേറ്ററി ആണ്. ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ റിയാക്ടന്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ ഓർ എക്വസ് ആണോ, ഇത് മെൻഷൻ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മെഗ്നീഷ്യം നമുക്ക് എല്ലാവർക്കും ഒരു ഇറ്റ്സ് എ മെറ്റൽ ആൻഡ് ഇറ്റ് ഇസ് സോളിഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിൽ S എന്ന് കൊടുക്കണം. ഓക്സിജൻ ഗ്യാസ് ആണെന്ന് നമുക്ക് പറയാം, അപ്പോൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിൽ G കൊടുക്കണം. ആൻഡ് MgO എന്ന് പറയുന്നത് സോളിഡ് ആണ്, സോ ബ്രാക്കറ്റിൽ S. ഇപ്പോഴാണ് ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താവുക, കംപ്ലീറ്റ് ആവും. ആൻഡ് അടുത്തതായിട്ട് ഉള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ കെമിസ്ട്രിക്കാർ എവിടെ ഒരു ഇക്വേഷൻ എഴുതിയാലും, സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഫിസിക്കൽ സ്റ്റേറ്റ്സ് മാൻഡേറ്ററി ആണെന്നുള്ളത്. ആൻഡ് രണ്ടാമത്തെ കാര്യമാണ് ദ ഇക്വേഷൻ ഷുഡ് ഓൾവേസ് ബി ബാലൻസ്ഡ്. ഇപ്പൊ ഈവൻ ദോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അൺബാലൻസ്ഡ് ഫോമിലാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം, നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് ആ ഇക്വേഷൻ കോപ്പി ഡൗൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി യുവർ റെസ്പോൺസിബിലിറ്റി ടു ബാലൻസ് ദി ഇക്വേഷൻ. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമ്മൾ ആൻസർ ഷീറ്റിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മളൊരു ഇക്വേഷൻ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യണം എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഈ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് ഷ്യൂർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എങ്ങനെ ബാലൻസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്കമിങ് സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ്, വൈ ആർ വി ബാലൻസിങ്? ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ ബാലൻസ് ചെയ്യുന്നത്? അതിനുള്ള റീസൺ എന്ന് പറയുന്നത് കിടക്കുന്നത് ഈ ഒരു ലോയിലാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നമ്മുടെ ആന്റോയിൻ ലാവോഷിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തൊരു ലോ ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതായത് പുള്ളി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ,
മാറ്റർ അല്ലെങ്കിൽ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് മാസ് അല്ലെങ്കിൽ മാറ്ററിനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു മാസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. വിച്ച് മീൻസ് ദാറ്റ് നമ്മളൊരു ഓവറോൾ കെമിക്കൽ റിയാക്ഷൻ എടുത്താൽ ടോട്ടൽ മാസ് ഷുഡ് ബി കോൺസ്റ്റന്റ്. നമ്മൾ റിയാക്ഷന് മുൻപ് എത്ര മാസ് എടുക്കുന്നു അത്രയും മാസ് തന്നെ എന്തുണ്ടാവണം, റിയാക്ഷന് ശേഷവും ഉണ്ടാവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലാസിക്കൽ ഇക്വേഷൻ ആണ് വാട്ടർ ഫോർമേഷൻ. എന്താ, 2H2 പ്ലസ് O2 gives 2H2O അല്ലേ? സോ നിങ്ങളിപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും, ഇവിടെ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് 2H2. സോ 4 ആണ് ഇവിടുത്തെ ടോട്ടൽ മാസ് വരുന്നത്. ആൻഡ് O2 ഇസ് ബേസിക്കലി 32. സോ ടോട്ടൽ മാസ് ഈ സൈഡിൽ നമ്മുടെ റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എത്രയാണ്, 36 grams ആണ്. അതേസമയം ഒരു വാട്ടറിന്റെ മാസ് എന്ന് പറയുന്നത് 18 gram ആണ്. നമുക്കിവിടെ പ്രോഡക്റ്റ് സൈഡിൽ 2 വാട്ടർ ഉണ്ട്. സോ 2 into 18 ഇതും എത്രയാണ്, 36 gram ആണ്. സോ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുന്നേ റിയാക്ടൻസ് നമുക്ക് എത്ര ഉണ്ടായിരുന്നു, 36 gram ഉണ്ടായിരുന്നു. ആൻഡ് റിയാക്ഷന് ശേഷം നമ്മുടെ പ്രോഡക്ട്സും എത്ര തന്നെ ഉണ്ട്, 36 gram ഉണ്ട്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ ആ ഇക്വേഷൻ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? LHS സൈഡിലും RHS സൈഡിലും മാസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റം ഷുഡ് ബി ദ സെയിം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളോട് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഉത്തരം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അതിനെ മോഡിഫൈ ചെയ്യണം. ഇതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ പാസ് ഓഫ് നൗ നമ്മൾ ജസ്റ്റ് 1-2 കുഞ്ഞു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ, എന്തൊക്കെയാണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ആൻഡ് ദെൻ പിന്നെന്താണ് വാട്ട് യു മീൻ ബൈ കെമിക്കൽ ഇക്വേഷൻ, ആൻഡ് വാട്ട് ആർ ദ റൂൾസ് ലൈക്ക് ഫിസിക്കൽ സ്റ്റേറ്റ് വേണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്, ആൻഡ് ഹൗ ടു ബാലൻസ് ആൻ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, യെസ്. സോ കമന്റ് ബോക്സ് അത്യാവശ്യം കമന്റ്സ് വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി പറഞ്ഞു പോകുന്നതായിരിക്കും. ദെൻ ബാലൻസിങ് ഇസ് വെരി മാൻഡേറ്ററി ആൻഡ് ആസിഡ്സ് ബേസസ് എല്ലാം ഫർദർ ടോപ്പിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, സോ നൗ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ. സോ ഇതാണ് ബേസിക് സ്റ്റെപ്സ്. ആദ്യം നമുക്ക് സ്കെലറ്റൽ ഇക്വേഷൻ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് Fe പ്ലസ് വാട്ടർ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ സ്കെലറ്റൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലെ നമ്പേഴ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ ജസ്റ്റ് Fe, ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് H2O. നമുക്ക് പ്രോഡക്ട്സ് എന്ത് വരും, Fe2O3 പ്ലസ് H2. സോ ഇതാണ് നമ്മുടെ സ്കെലറ്റൽ ഇക്വേഷൻ. ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ എഴുതാം, ലൈക്ക് റിയാക്ടൻസ്, പ്രോഡക്ട്സ്. റിയാക്ടൻസ് ആരൊക്കെ ഉണ്ട്, നമുക്ക് അയൺ ഉണ്ട്, ദെൻ വാട്ടറിൽ നമുക്ക് ഹൈഡ്രജൻ ഉണ്ട് ആൻഡ് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലും ആരൊക്കെ തന്നെയാണ് നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ, അയൺ, ദെൻ ഓക്സിജൻ, ദെൻ ഹൈഡ്രജൻ. ഇനി ഇപ്പോൾ കറന്റ് ഈ ഒരു സ്കെലറ്റൽ ഇക്വേഷനിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് നോട്ട് ചെയ്യാം. ഇപ്പോൾ അയൺ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമാണ് ഉള്ളത്, ഹൈഡ്രജൻ നമുക്ക് 2 ഉണ്ട്, ആൻഡ് ഓക്സിജൻ ഒരെണ്ണമുണ്ട്. പ്രോഡക്റ്റ് സൈഡിലോ Fe2 ഉണ്ട്, ഓക്സിജൻ വി ഹാവ് ലൈക്ക് 3, ആൻഡ് ഹൈഡ്രജൻ നമുക്ക് ആകെപ്പാടെ 2 ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ബാലൻസ് ചെയ്യാൻ എളുപ്പം അറിയാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാലൻസ് ഓൺലി 1 എലമെന്റ് അറ്റ് എ ടൈം. നിങ്ങൾ എല്ലാവരെയും കൂടെ ഒന്നിച്ച് ഒറ്റ സ്റ്റെപ്പിൽ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കരുത്. 1 by 1 ആയിട്ട് വേണം നമ്മൾ ഓരോ എലമെന്റ്സിനെയും കൺസിഡർ ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് ഇപ്പം ഞാൻ പിക്ക് ചെയ്തിട്ടുള്ള Fe ആണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് മോസ്റ്റ് ഈസിയസ്റ്റ് വൺ. ഇവിടെ 2 അയൺ ഉണ്ട്, ഇവിടെ 1 അയണേ ഉള്ളൂ. സോ ഇവിടെ ഞാൻ 2 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ Fe is totally balanced. സോ Feന്റെ കേസ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്കുള്ളത് ആരൊക്കെയാണ്, ഹൈഡ്രജനും അതുപോലെ തന്നെ വാട്ടറും. അപ്പോൾ ഹൈഡ്രജൻ ഇപ്പോൾ കറന്റ് നമുക്ക് 2 ഉണ്ട്, ആൻഡ് 2 സൈഡിലും ലൈക്ക് ഇറ്റ്സ് 2. ഓക്കെ, ഇറ്റ്സ് ബാലൻസ്ഡ്. പിന്നെ ഉള്ളത് ആരാ, ഓക്സിജൻ റിയാക്ടൻ സൈഡിൽ ഒരാളേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ എത്ര ആളുണ്ട്, 3 ആളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 വന്നാലല്ലേ ഓക്സിജൻ ബാലൻസ്ഡ് ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഓക്സിജൻ 3 ആയി. സോ 2 സൈഡിലും ഓക്സിജന്റെ നമ്പർ സെയിം ആയി. പക്ഷെ ഹൈഡ്രജൻ തെറ്റി. ഹൈഡ്രജൻ ഇപ്പോൾ എത്രയായി, ഇവിടെ 2 എന്നുള്ളത് അത് 6 ആയി. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് 6 ആക്കണം, H2 അല്ലേ. അപ്പോൾ ഇവിടെ 3 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും 6 ആയില്ലേ. സോ നമ്മുടെ ടോട്ടൽ സൈഡ് ബാലൻസ്ഡ് ആയില്ലേ രണ്ടും. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് വിളിക്കുക, ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. സോ ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്താ, Fe ഇവിടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴത്തെ 2 ആളുണ്ടായിരുന്നു. സോ ഇവിടെ ഞാൻ 2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, അയൺ ബാലൻസ്ഡ് ആയി. സോ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പിന്നെ നോക്കിയപ്പോൾ ഹൈഡ്രജൻ വാസ് ബാലൻസ്ഡ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് പോയി, ഓക്സിജനിലേക്ക് പോയി. ഓക്സിജൻ എനിക്ക് ഇവിടെ വാട്ടർ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓക്സിജൻ ഇവിടെ വാട്ടർ ആയിട്ട് ഞാൻ ആഡ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, ഹൈഡ്രജൻ അൺബാലൻസ്ഡ് ആയി. സോ ഇവിടെ
ഒരു 3 കൊടുത്തിട്ട് അതും ടാലി ആക്കി. ഓക്കെ, ക്ലിയർ? സോ ഇനിയിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ഫോർമേഷൻ തന്നെ എടുക്കാം. H2 plus O2 gives water. ഇതല്ലേ നമ്മുടെ സ്കെൽറ്റൽ ഇക്വേഷൻ. സോ റിയാക്ടൻസ്, പ്രോഡക്ട്സ്. റിയാക്ടൻസിൽ നമുക്ക് ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിലും നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും. ഇവിടെ എത്ര? 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ. പ്രോഡക്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ പക്ഷെ ഒരു ഓക്സിജനേ ഉള്ളൂ. ഇവിടുത്തെ ഓക്സിജനെ ഞാൻ എന്താക്കണം? 2 ആക്കണം അല്ലേ? അപ്പോൾ എന്തായി? എൻ്റെ ഓക്സിജൻ ബാലൻസ്ഡ് ആയി. പക്ഷെ ഹൈഡ്രജൻ തെറ്റി. ഹൈഡ്രജൻ ഇപ്പോൾ കറന്റ് ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്തും എന്ത് ചെയ്യണം? ഇപ്പുറത്ത് ഒരു 2 കൊടുത്ത് അതെന്താക്കണം? 4 ആക്കണം. ഇങ്ങനെ നമ്മൾ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് LHS സൈഡിലും RHS സൈഡിലും സെയിം ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാലൻസിങ് ദ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുക. ആൻഡ് കീ ടേക്ക് അവേസ്. ഒരു കാരണവശാലും നിങ്ങൾ ഈ താഴെ എഴുതിയിട്ടുള്ള സബ്സ്ക്രിപ്റ്റ്സിൽ ചേഞ്ച് വരുത്തരുത്. കാരണം അത് നമ്മുടെ സ്കെൽറ്റൽ ഇക്വേഷന്റെ ഭാഗമാണ്. സ്കെൽറ്റൽ ഇക്വേഷനിൽ ചേഞ്ച് വരുത്താനായിട്ട് പറ്റില്ല. ഏതിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ എഴുതിയിട്ടുള്ള സ്റ്റോഷിയോമെട്രിക് നമ്പേഴ്സ് ഇല്ലേ, ഈ നമ്പേഴ്സിൽ മാത്രമേ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. താഴെ എഴുതിയിട്ടുള്ള സബ്സ്ക്രിപ്റ്റ്സിൽ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയവരൊക്കെ എപ്പോഴും ലാസ്റ്റത്തേക്ക് വെക്കുക. എന്നിട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യുക? മെറ്റൽസിൽ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ വന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്ത് എത്തിക്കാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ നിന്ന് PYQസിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ XFe plus YH2O will give you ZFe2O3 plus PH2. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ തരും. എന്നിട്ട് നിങ്ങൾക്ക് MCQയിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ X1, Y2, then Z3 ആൻഡ് P4. ഇങ്ങനെ ഒരു 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സെറ്റ് ഓഫ് കോഎഫിഷ്യൻസ് എന്ന് പിക്ക് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഇതാണ് ഒരു ക്ലാസിക് വേ ഓഫ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ MCQ സെക്ഷനിൽ. ആൻഡ് പിന്നെ ഇത് ചോദിക്കാറുള്ള ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് സ്റ്റഡി ആയിട്ട്. അതായത് ഒരു സ്റ്റുഡൻറ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, അപ്പോൾ ആള് ഒരു ഇക്വേഷൻ എഴുതി, ബട്ട് ദാറ്റ് വാസ് നോട്ട് ഗെറ്റിംഗ് ബാലൻസ്ഡ്. സോ എങ്ങനെ നിങ്ങളത് ബാലൻസ് ചെയ്തു? അങ്ങനത്തെ കുറച്ച് ക്ലാസിക്കൽ ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു ബാലൻസിങ് ദ സെക്ഷനിൽ നിന്ന് എന്ത് ചെയ്യാറ്? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, സോ ഐ ഹോപ്പ് ബാലൻസിങ് ഇസ് നൗ ക്ലിയർ ടു യു. ആൻഡ് ഇതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പറഞ്ഞ റൂൾസ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് അതങ്ങ് സോൾവ് ചെയ്ത് വിട്ടേക്കുക. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ അവിടെ കവർ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഇത്ര ചെയ്യാനുള്ളൂ. എന്താണ് കെമിക്കൽ റിയാക്ഷൻ, എന്താണ് കെമിക്കൽ ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ എഴുതാം, കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാം, ഇത്രയൊക്കെയാണ് നമുക്ക് എവിടെ വരുന്നത്? നമ്മുടെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ പറയുന്നത് മെയിൻലി ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ്. അതായത് കെമിക്കൽ റിയാക്ഷൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്, അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 2 ഡിഫറെന്റ് ആൾക്കാരുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. സോ ഈ 2 ഡിഫറെന്റ് ആൾക്കാർ എയും ബിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് AB എന്ന് പറഞ്ഞ ഒരു ഒറ്റ പ്രൊഡക്റ്റ് കിട്ടും. ഇതാണ് ബേസിക്കലി കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക, നിങ്ങൾക്ക് ഒരു കേസ് തന്നിട്ടുണ്ടോ, ലൈക്ക് ഒരു റിയാക്ഷൻ തരും, അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് തരും, പക്ഷെ മെജോറിറ്റി വർഷങ്ങളിലും അതിനകത്ത് ഇക്വേഷൻ നിങ്ങൾക്ക് തരില്ല, അതൊരു സെന്റൻസിലാണ് നിങ്ങൾക്ക് തരിക. ആൻഡ് യുവർ ഫസ്റ്റ് ടാസ്ക് വിൽ ബി ടു മേക്ക് ദ കെമിക്കൽ ഇക്വേഷൻ, ദെൻ ടു ബാലൻസ് ഇറ്റ്. ആൻഡ് തേർഡ് പാർട്ടിലാണ് എന്ത് ചോദിക്കുക? ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ് ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് ടൈപ്പ്. ഇങ്ങനത്തെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറ്. സോ അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ കോമ്പിനേഷൻ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? നമുക്ക് റിയാക്ടൻ സൈഡിൽ നമ്പർ വിൽ ബി മോർ ആൻഡ് പ്രോഡക്റ്റ് സൈഡിൽ നമ്പർ വിൽ ബി ലെസ്. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ 2 ആളും പ്രോഡക്റ്റ് സൈഡിൽ ഒരാളും ഉള്ള റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു 90% ഏത് തന്നെയായിരിക്കും? അത് കോമ്പിനേഷൻ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അതേസമയം ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതാണ് എന്ത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ തിരിച്ചിടാന്നുള്ളതാണ്. അതായത് AB എന്ന് പറഞ്ഞ ഒരാള് എന്താണ്, ഇറ്റ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ ആൻഡ് നമുക്ക് എന്ത് കിട്ടും? A ആൻഡ് B സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 2 റിയാക്ടൻസ് ഉണ്ടാവും, ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ ഡീകമ്പോസിഷൻ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഒരു റിയാക്ടന്റ് ഉണ്ടാവുള്ളൂ ആൻഡ് നമുക്ക് എന്ത് വരും? 2 ഡിഫറെന്റ് പ്രോഡക്ട്സ് വരും. ഇതാണ് ബേസിക്കലി ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ തിരിച്ചിട്ടാൽ ഒരിക്കലും അത് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ തന്നെ അല്ല.
കോമ്പിനേഷൻ റിയാക്ഷനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയിട്ടാണ് മാറുക. ഓക്കെ, ഇത് രണ്ടും ബേസിക്കലി എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഫൈൻ. ആൻഡ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ കമ്പൗണ്ട് ഇറ്റ് ആക്ച്വലി ബ്രേക്സ് ഇൻ ടു 2 or more സബ്സ്റ്റൻസസ് അല്ലെ. വൈ ഷുഡ് ഇറ്റ് ബ്രേക്ക്? എന്തുകൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ചെയ്യാനുള്ള റീസൺ? അതിന് നമുക്ക് ഡിഫറെന്റ് കാരണങ്ങളുണ്ടാവും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തെർമൽ ഡീകമ്പോസിഷൻ ആണ്. തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യു മൈറ്റ് ബി നോയിങ് ഹീറ്റ് അല്ലെ. അതായത് നമ്മൾ ഹീറ്റ് ആക്കും, അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് എന്ത് ചെയ്യുക, അത് ഡീകമ്പോസ് ആവുക. അതാണ് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ ഇഗ്നിഷൻ ഫാക്ടർ എന്താ, ഇറ്റ്സ് ബേസിക്കലി ഇലക്ട്രിസിറ്റി ഡ്യൂ ടു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു കമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ആവുക. ഇതാണ് ബേസിക്കലി ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഫോട്ടോളിസിസ്? ഫോട്ടോ മീൻസ് ഇറ്റ്സ് ലൈറ്റ്. സോ ലൈറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഡീകമ്പോസിഷൻ നടക്കുക. ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ടാണ് ബേസിക്കലി ഡീകമ്പോസിഷൻ നടക്കാറ് ജനറലി. ഒന്നെങ്കിൽ ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, തെർമൽ ഡീകമ്പോസിഷൻ എന്ന് വിളിക്കും. ആൻഡ് സെക്കൻഡ് ഇസ് ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കും. ആൻഡ് തേർഡ് വൺ ഇസ് ബേസിക്കലി ഫോട്ടോളിസിസ്, അതായത് ലൈറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഡീകമ്പോസിഷൻ നടക്കുക. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നൗ വാട്ട് യു മീൻ ബൈ കോമ്പിനേഷൻ. എന്താ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസസ് കമ്പൈൻ ചെയ്തിട്ട് വി ഗെറ്റ് എ സിംഗിൾ പ്രോഡക്റ്റ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഡീകമ്പോസിഷൻ? ഒരു സിംഗിൾ കമ്പൗണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വി ഗെറ്റ് 2 or more സബ്സ്റ്റൻസസ്. അതാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡീകമ്പോസിഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ടാ, നമുക്ക് തെർമൽ ഡീകമ്പോസിഷൻ ഉണ്ട്, ഇലക്ട്രോളിസിസ് ഉണ്ട്, ആൻഡ് ഫോട്ടോളിസിസ് ഉണ്ട്. തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബിക്കോസ് ഓഫ് ഹീറ്റ് ഇറ്റ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ. ആൻഡ് വാട്ട് യു മീൻ ബൈ ഇലക്ട്രോളിസിസ്? ബിക്കോസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇറ്റ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ. And what do you mean by photolysis? Because of light it undergoes decomposition. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ കുറച്ച് ക്ലാസിക്കൽ എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ടും ഒന്ന് നോക്കിയിട്ട് പോവുക. ഓൺ ദി അതർ ഹാൻഡ് NCERT കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സാമ്പിൾസും എന്ത് ചെയ്തിട്ട് പോകണം, വായിച്ച് നോക്കിയിട്ട് തന്നെ എക്സാമിന് പോകണം. ഓക്കെ, സോ നമ്മളിപ്പോൾ 2 ടൈപ്പ് റിയാക്ഷൻസ് പറഞ്ഞു, കോമ്പിനേഷൻ പറഞ്ഞു, ദെൻ ഡീകമ്പോസിഷൻ പറഞ്ഞു. ആൻഡ് മൂന്നാമത്തെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേപ്പ് റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അയൺ ഉണ്ട് ആൻഡ് കോപ്പർ സൾഫേറ്റും ഉണ്ടെന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും, ഈ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ മാറ്റിയിട്ട് Fe അവിടെ കയറിയിരിക്കും. അതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും പ്രോഡക്റ്റ്, Fe with SO4 ആൻഡ് പാവം കോപ്പർ ഒറ്റയ്ക്ക് പുറത്ത് നിൽക്കണം. ഇതാണ് ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താ സംഭവം, ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റല് ഒരു ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ അവന്റെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യും, അവിടെ കയറിയിരിക്കും. അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. വെരി ബാഡ് അല്ലേ. ഇതാണ് ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് ഒരു ജനറലൈസ്ഡ് സ്കീം എഴുതാം. നമ്മളിപ്പോൾ കോമ്പിനേഷനിലും ഡീകമ്പോസിഷനിലൊക്കെ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെന്റിനും ഒരു ജനറലൈസ്ഡ് സ്കീം കൊടുക്കാം. എങ്ങനെയാ, എ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പ്ലസ് BC എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഉണ്ട്. എന്ത് സംഭവിക്കും, ഈ ബീനെ മാറ്റിയിട്ട് എ അവിടെ കയറിയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, AC പ്ലസ് B. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് എന്തിനു കൊടുക്കാം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇതെങ്ങനെയാ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റുക? ഇവിടെയും നമുക്ക് എത്ര ആളുണ്ടാവും, ഇപ്പൊ 3 എലമെന്റ്സ് ആണുള്ളത് ആൻഡ് ഇപ്പുറത്ത് നമുക്ക് എന്താണുള്ളത്, 3 എലമെന്റ്സ്, അല്ലെങ്കിൽ 2 ആൾക്കാരാണ് റിയാക്ട് ചെയ്യുന്നത് ആൻഡ് പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് 2 ഡിഫറെന്റ് പ്രോഡക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ലൈക്ക് 2 സൈഡിലും സെയിം ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല, നമുക്ക് ഇനി ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്, റെഡോക്സ് വരുന്നുണ്ട്, അവിടെ ഈ കാറ്റഗറി ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇൻ കമ്പാരിസൺ വിത്ത് കോമ്പിനേഷൻ ഡീകമ്പോസിഷൻ പറയുമ്പോൾ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ഇതെന്തായിരിക്കും, 2 സൈഡിലും സെയിം ആയിരിക്കും. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് റിയാക്ഷൻസ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. So now next is like double displacement reaction. Double displacement reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, A എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ അപ്പുറത്ത് BC ഉണ്ട്. അവരെന്ത് ചെയ്തു, എനെ മാറ്റി അവിടെ കയറി, ബീനെ മാറ്റി അവിടെ കയറിയിരുന്നു. സോ നമുക്ക് അപ്പൊ AC കിട്ടി, B ഒറ്റയ്ക്ക് പുറത്തു നിന്നു അല്ലേ. ഇവിടെ ഇപ്പൊ ആക്ച്വലി B is a kind of ലോസിലല്ലേ നിൽക്കുന്നത്. പക്ഷെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റിൽ അതല്ല കഥ. അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ട്വിസ്റ്റ്, ഇവിടെ 2 ആളും കമ്പൈൻഡ് ഫോമിലാണ്. അതായത് Aയും Dയും ഉണ്ട്, അതേപോലെ തന്നെ Bയും Cയും ഉണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ റിയാക്ഷൻ എന്ത് സംഭവിക്കും, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് ACയും കിട്ടും, BDയും കിട്ടും. ഇതാണ് നമ്മുടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതായത് ഇവിടെ ഇപ്പോൾ ആർക്കും ലോസ് ഇല്ല.
അതായത് ഇവൺ ദോ ഈ ബിന്റെ സ്ഥലത്തേക്ക് എ കയറിയിരുന്നെങ്കിലും ബി എന്ത് ചെയ്തു, ഇപ്പുറത്തെ ഡീനെ കൊണ്ട് പോയിട്ടുണ്ട്. അതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറയുന്നത്. രണ്ട് കമ്പൗണ്ട്സ് തമ്മിൽ എന്താണ് എക്സ്ചേഞ്ച് ഓഫ് അയൺസ്. അവിടെ ആർക്കും ഒരു ലോസ് ഇല്ല, രണ്ടാളും പരസ്പരം എന്ത് ചെയ്യും, അയോൺസിനെ സ്വാപ്പ് ചെയ്യും. അതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Na2SO4. ഇവിടെ സോഡിയം ഇസ് കമ്പൈൻഡ് വിത്ത് SO4 അല്ലേ, ആ ഒരു സ്റ്റേറ്റിലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ബേരിയം ഇസ് കമ്പൈൻഡ് വിത്ത് ക്ലോറിൻ. ആൻഡ് ആസ് എ റിസൾട്ട് എന്ത് സംഭവിച്ചു, ഈ ബേരിയം സൾഫേറ്റിന്റെ കൂടെയും പോയി നമുക്ക് ബേരിയം സൾഫേറ്റ് കിട്ടി. ആൻഡ് ബേരിയം സൾഫേറ്റ് കിട്ടി. ആൻഡ് എണ്ണയും ക്ലോറിനും കൂടെ നമുക്ക് എന്ത് കിട്ടി, സോഡിയം ക്ലോറൈഡും കിട്ടി. ഇതാണ് സംഭവം. ഓക്കെ, പരസ്പരം അവരെന്ത് ചെയ്യുക, അയൺസിനെ സ്വാപ്പ് ചെയ്യുക. ഇതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഈ ബേരിയം സൾഫേറ്റ് ഉണ്ടല്ലോ, ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. സോ ജനറലി ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ കൺഫേം ചെയ്യാനായിട്ട് പറ്റും, പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനിൽ കൂടെ നമുക്ക് അതിനെ കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ മിക്കവാറും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം. റിഡോക്സ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ നമുക്ക് കിട്ടും എന്താണ്, ഇറ്റ് ഹാസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ അല്ലേ. ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുക. സോ ഒരു എക്സാമ്പിൾ നോക്കണം നമുക്ക്. ഇത് കണ്ടോ, കോപ്പർ ഓക്സൈഡ്. സോ ഇതിനകത്ത് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. അപ്പൊ ഇപ്പുറത്ത് കോപ്പർ എന്തായിരിക്കും, +2 ആയിരിക്കണമല്ലോ, കാരണം സം ഓഫ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഹൈഡ്രജൻ H2 അതെന്താണ്, ഇപ്പൊ അതിന്റെ ഒരു പ്യുവർ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, കമ്പൈൻഡ് ഫോമിലല്ല. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും, 0. കോപ്പർ ഇവിടെ അതിന്റെ പ്യുവർ ഫോമിലാണ് നിൽക്കുന്നത്, നോട്ട് ഇൻ എ കമ്പൈൻഡ് സ്റ്റേറ്റ്, സോ 0. H2O ഓക്സിജൻ എത്രയാ, -2. അപ്പൊ ഹൈഡ്രജൻ ടോട്ടൽ ഷുഡ് ബി +2. നമുക്ക് 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് +1 അല്ലേ. ഇങ്ങനെയല്ലേ നമ്മളിപ്പോ ഈ കൂട്ടത്തിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അസൈൻ ചെയ്യുമ്പോൾ വരിക. ഇനി ഒന്ന് നോക്കി, ഇവിടെ കോപ്പർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്ക് പോയി, 0ലേക്ക് പോയി. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു, റൈറ്റ്. +2 to 0. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞാൽ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുക, ഇലക്ട്രോ കെമിസ്ട്രിയിൽ റിഡക്ഷൻ എന്നല്ലേ വിളിക്കുക. ഇത് ബേസിക്കലി റിഡക്ഷൻ ആണ്. ആൻഡ് ഇനി ഹൈഡ്രജൻ നോക്കിയേ, ഹൈഡ്രജൻ റിയാക്ടൻ സൈഡിൽ എന്തായിരുന്നു, 0 ആയിരുന്നു. ആൻഡ് പ്രൊഡക്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ അത് എന്തായി, +1 ആയി. അതായത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 to +1 അതെന്തായി, കൂടി. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ഓക്സിഡേഷൻ അല്ലേ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിഡക്ഷൻ എന്നും, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓക്സിഡേഷൻ എന്നല്ലേ വിളിക്കുക. അപ്പൊ ഇത് റിഡക്ഷൻ ആണ്, ഇത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ നോക്കിയേ, ഇവിടെ റിഡക്ഷനും നടക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് എന്ത് നടക്കുന്നുണ്ട്, ഓക്സിഡേഷനും നടക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ്ലി നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുക. സോ ഇതുവരെ പറഞ്ഞ നമ്മൾ റിയാക്ഷൻസിനൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് പറഞ്ഞത് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്തായിരുന്നു, 2ഓ അതിലധികമോ ആൾക്കാർ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലൈക്ക് ഡീകോമ്പോസിഷൻ, അതായത് ഒരാൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് കിട്ടാം. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഓൾറെഡി ഉള്ളൊരു പെയറിൽ നിന്ന് നമ്മൾ ഒരാളെ മാറ്റിയിട്ട് വേറൊരാളെ കയറ്റി വയ്ക്കുക, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ 2 ഡിഫറെന്റ് കമ്പൗണ്ട്സ് അവരുടെ അയോൺസിനെ പരസ്പരം സ്വാപ്പ് ചെയ്യുക. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ആണ് എന്ത്, റെഡോക്സ് റിയാക്ഷൻ. റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ചടക്കുന്ന റിയാക്ഷൻസ് ആണ് റെഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, ദെൻ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, കൊറോഷൻ ആൻഡ് റാൻസിഡിറ്റി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടാവും എക്സാമിന്. അപ്പോൾ കൊറോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന മറ്റേ തുരുമ്പല്ലേ, റസ്റ്റിംഗ് ഓഫ് അയൺ. ഇതിനെയാണ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊറോഷന്റെ ഒരു എക്സാമ്പിൾ പറയാം. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റല്, അപ്പോൾ ഫോർ എക്സാമ്പിൾ മോയ്സ്ചർ ഒക്കെ ആയിട്ട് കോൺടാക്റ്റിൽ വന്നിട്ട് അവരവരുടെ ഓക്സൈഡ് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, കൊറോഷൻ എന്ന് വിളിക്കുക. ആൻഡ് ദിസ് റസ്റ്റ്, ഈ റസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. ഇത് MCQസിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റസ്റ്റ് ഇസ് ബേസിക്കലി ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. അതിന് നമ്മൾ Fe2O3.XH2O എന്നാണ് പറയുക. ഈ XH2O മാൻഡേറ്ററി ആണ്, കാരണം അത് ഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ നിങ്ങൾക്ക് ഇതും ഒരു ഓപ്ഷൻ ആയിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഏതാണ് Fe2O3 ഒരു ഓപ്ഷൻ ആയിട്ടുണ്ടാവും. സോ ദിസ് ഇസ് യുവർ ആൻസർ, Fe2O3 അല്ല, അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ആൻഡ് ഡിഫറെന്റ് ഫോംസ് ഓഫ് കൊറോഷൻ ആണ് എന്ത്, അത് അയൺ ആണെങ്കിൽ തുരുമ്പെടുക്കുക, റസ്റ്റിംഗ്. സിൽവർ ആണെന്നുണ്ടെങ്കിൽ അത് ടാർണിഷ് ആവുക. ആൻഡ് കോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഗ്രീൻ കളർ ഓഫ് കോട്ടിംഗ് വരിക. ഓക്കെ, ആൻഡ് റാൻസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ്സും ഓയിൽസും അവരൊക്കെ എന്താണ്, ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് എ കൈൻഡ് ഓഫ് ബാഡ് സ്മെൽ ആൻഡ് ടേസ്റ്റ് ഫോം ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, റാൻസിഡിറ്റി എന്ന് വിളിക്കുക.
ആക്ച്വലി ഈ റാൻസിഡിറ്റി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേസ് ചിപ്സ് പാക്കറ്റ്സിലൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്ത് വെക്കുന്നത് ഈ ഒരു റാൻസിഡിറ്റി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്നും നമുക്ക് എന്ത് വരാറുണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ബി പ്രിപ്പയർഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, നമ്മളൊരു കെമിക്കൽ റിയാക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എയ്തർ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആസ് എ റിസൾട്ട് ഓഫ് ദ റിയാക്ഷൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, എക്സോതെർമിക് റിയാക്ഷൻ വിളിക്കും. അതായത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് നമ്മൾ അബ്സോർബ് ആണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും, നമ്മൾ അതിനെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇത് രണ്ട് ടേംസ് ഒന്ന് മസ്റ്റ് ആയിട്ടും ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഹീറ്റ് റിലീസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻ. ഇനി എല്ലാ ഹീറ്റ് അബ്സോർബ്ഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിനും എ കൈൻഡ് ഓഫ് യൂണിഫോം വെയിറ്റേജ് ആണ് ഉള്ളത്. അല്ലാതെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ഹൈ വെയിറ്റേജ്, സോ അത് നല്ലോണം പഠിച്ചിട്ട് പോവാം, മറ്റേ ചാപ്റ്ററിന് തീരെ വെയിറ്റേജ് ഇല്ല, സോ അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് 10th കെമിസ്ട്രിയിൽ എന്തല്ല പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ചാപ്റ്റേഴ്സും ഒരു യൂണിഫോം രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ഇനി ഡൗട്ട്സ് ഒന്നും കാണാനില്ല. ചാറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. യെസ്, കോമ്പിനേഷൻ റിയാക്ഷനിൽ നിന്നും പിന്നെ ബാലൻസിങ് ഒക്കെയാണ് ചോദിച്ചത്, അതൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. യെസ്, അടുത്ത നമ്മൾ ആസിഡ്സ് ആൻഡ് ബേസസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു ആർ എൻജോയിങ് ദി സെഷൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് യൂണിറ്റ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ഇറ്റ്സ് എ വെരി ബേസിക് ചാപ്റ്റർ. നിങ്ങൾക്ക് കാര്യമായിട്ട് എന്താ പറയുക, ഭയങ്കര ഹെവി സയന്റിഫിക് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഹെവി കെമിസ്ട്രി ഒന്നും തന്നെ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യാനില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും കവർ ചെയ്യാനായിട്ടുള്ളത്. ആക്ച്വലി 10th സ്റ്റാൻഡേർഡ് ഇസ് ലൈക്ക് വെരി ഈസി. ഓക്കെ, കെമിസ്ട്രി, ബാക്കി സബ്ജക്ട്സ് നിങ്ങൾക്ക് കുറച്ച് ടഫ് ആയിരിക്കും, പക്ഷേ മേ ബി കെമിസ്ട്രി ഷുഡ് ബി ലൈക്ക് വെരി ഈസി ഫോർ യു. ഓക്കെ, സോ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് പോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ആരെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആസിഡ്സിനെ പറ്റി പറയും, ബേസസിനെ പറ്റി പറയും, ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ സോൾട്ട്സിനെ പറ്റിയും പറയും. ഓക്കെ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും ചെയ്യാൻ പോകുന്നത്. സോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ആസിഡ്സ് എന്ന് വിളിക്കുക. H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ HCl. ഈ HClനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയോടാ, ഇത് H+ഉം അതുപോലെ തന്നെ Cl- ആയിട്ട് മാറും. സോ നോക്ക്, വാട്ടറിൽ ഡിസോൾവ് ചെയ്തപ്പോൾ H+ ഉണ്ടായി, അപ്പോൾ HCl എന്ന് പറയുന്നത് എന്താ, അതൊരു ആസിഡ് ആണ്. ഓക്കെ, ഇനി HNO3 കൺസിഡർ ചെയ്തേടാ, നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, H+ഉം അതുപോലെ തന്നെ NO3- H+ അയൺ ഫോം ആയി. അപ്പോൾ ഇതും എന്താണ്, ഒരു ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, അക്വസ് സൊല്യൂഷനിൽ അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+നെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആസിഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അടുത്തതൊരു കാര്യം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ HCl, ഞാൻ ഒരു ബീക്കറിൽ വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് അല്ലേ. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, H2O. H2Oയിൽ ആരൊക്കെയുണ്ട്, നമുക്ക് H+ ഉണ്ട്, OH- ഉണ്ട് അല്ലേ. അപ്പം ഞാൻ എന്താ, ഇവിടെ H+ ഉണ്ട്, ദെൻ ഇവിടെ OH- ഉണ്ട്, അഗൈൻ ദെൻ H+ ഉണ്ട്, OH- ഉണ്ട്. സോ ഇതാണ് ബേസിക്കലി എൻ്റെ വാട്ടർ. ഇതിനകത്തേക്ക് ഞാൻ ആരെ ആഡ് ചെയ്യുന്നത്, HClനെയാണ് ആഡ് ചെയ്യുന്നത്, റൈറ്റ് അല്ലേ. അപ്പോൾ ഈ HCl നിന്ന് നമുക്ക് എന്ത് കിട്ടും, H+ കിട്ടും. അതുകൊണ്ടല്ലേ നമ്മൾ ആസിഡ് എന്ന് വിളിച്ചത്. അപ്പോൾ ഈ H+ഉം ആൻഡ് നമ്മുടെ വാട്ടറിലെ H2O നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എന്ത് ഫോം ചെയ്യടാ, ഇവർ H3O+ ഫോം ചെയ്യും. ഈ H3O+നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഹൈഡ്രോണിയം അയോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഹൈഡ്രോണിയം അയോൺ എങ്ങനെ ഫോം ചെയ്യുന്നത്, നമ്മുടെ ആസിഡിൽ നിന്ന് ലിബറേറ്റഡ് ആയിട്ടുള്ള H+ഉം വാട്ടറിലെ H2O കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ H3O+ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ആസിഡ്സ് ക്ലിയർ ആയല്ലോ, എന്താണ് ആസിഡ്സ് ആൻഡ് ഹൗ ഹൈഡ്രോണിയം അയോൺ ഇസ് ഫോംഡ്. ആൻഡ് രണ്ടാമത്തെയാണ് നമുക്ക് പറയാനുള്ളത് എന്താണ്, ബേസസ് അല്ലെങ്കിൽ ആൽക്കലീസ്. സോ വാട്ട് യു മീൻ ബൈ ബേസ്, നമ്മൾ ആസിഡിൽ എന്താ പറഞ്ഞത്, അക്വസ് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് H+ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ആസിഡ്സ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് OH- അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ബേസസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. NaOH വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക Na+ഉം അതുപോലെ തന്നെ OH- ആണ്.
ദാ OH മൈനസ് കിട്ടി. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ബേസ് ആണ്. ഇനി അടുത്തത് ഞാൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്, ഇതിനെ ഞാൻ അക്വ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്താലോ എനിക്ക് കിട്ടുക Ca2+ഉം 2OH മൈനസും ആണ്. സോ അഗെയിൻ OH മൈനസ്. അപ്പോൾ എന്തായി? ഇത് ബേസ് ആയി. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ സബ്സ്റ്റൻസസ് ദാറ്റ് റിലീസ് OH മൈനസ് അയോൺസ് ഇൻ അക്വ സൊല്യൂഷൻ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബേസ് എന്ന് വിളിക്കുക. ഓക്കെ. ആൻഡ് വാട്ട് യു മീൻ ബൈ ആൽക്കലീസ്? ലോവർ ക്ലാസ്സസിൽ മേ ബി നിങ്ങൾ ഇത് രണ്ടും സെയിം ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ആസിഡ്സ് ആൻഡ് ഓപ്പോസിറ്റ് കാറ്റഗറിനെ നിങ്ങൾ ഇത് ബേസ് എന്നോ അല്ലെങ്കിൽ ആൽക്കലി എന്നോ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ആക്ച്വലി ആൽക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സോലബിൾ ബേസസ് ആണ്. ഓക്കെ, അതായത് വാട്ടറിൽ സോലബിൾ ആയിട്ടുള്ള ബേസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽക്കലീസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്? സോ ആക്ച്വലി ദർ ഇസ് എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ ദ ബേസസും ആൽക്കലീസും തമ്മിൽ. ഓക്കെ, എല്ലാ ബേസസും എന്തല്ല? ആൽക്കലീസ് അല്ല. വാട്ടറിൽ സോലബിൾ ആവെങ്കിൽ മാത്രമേ അവരെന്താവുള്ളൂ? അവർ ആൽക്കലീസ് ആവുള്ളൂ. ക്ലിയർ? അപ്പോൾ രണ്ടിനെ പറ്റിയ എക്സാമ്പിൾസും കൂടെ എന്ത് ചെയ്ത് വെക്കുക? പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുക. സോ ദാറ്റ്സ് ജസ്റ്റ് ആൻ ഇൻട്രോ. ഓക്കെ, ആൻഡ് നൗ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ബേസസ്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ആസിഡ്സിനുള്ളത് ആൻഡ് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ബേസസിനുള്ളത്? സോ ആസിഡ്സിലേക്ക് വരുമ്പോൾ എന്താണ്? സോർ ടേസ്റ്റ് ആണ്. ഇത് ദൈവത്തെ ഓർത്തിട്ട് ആരും ആസിഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ പോയി സോറാണോ എന്ന് ടേസ്റ്റ് ചെയ്തൊന്നും നിൽക്കരുത്. എന്താണ് ആസിഡ്സ്? ദേ ആർ വെരി ലൈക്ക് ടോക്സിക്, ബട്ട് സ്റ്റിൽ നമുക്ക് ടേസ്റ്റ് ആസ് എ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ അറിയേണ്ടതുകൊണ്ട് മാത്രം പറയണം എന്താണ്? സോർ ടേസ്റ്റ് ആണ്. അതേസമയം ബേസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ബിറ്റർ ടേസ്റ്റ് ആണ്. നൗ അടുത്തതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ലിറ്റ്മസ് ടെസ്റ്റ്. അതായത് ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ആസിഡ് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ദിസ് ഇസ് ആൻ ആസിഡ്. ഇതിനകത്തേക്ക് ഞാനൊരു ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ കളർ എന്തായിട്ട് മാറും? അതിൻ്റെ കളർ റെഡ് ആയിട്ട് മാറും. സോ നമ്മളൊരു ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ റെഡ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആ ഡിപ്പ് ചെയ്തിട്ടുള്ള ലിക്വിഡ് ആസിഡ് ആണെന്നാണ്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ഒരു സൊല്യൂഷൻ ഓഫ് ബേസ് എടുത്തു എന്ന് വിചാരിക്കും. ആ ബേസിലേക്ക് ഞാനൊരു റെഡ് ലിറ്റ്മസ് ഡിപ്പ് ചെയ്യുമ്പോൾ ആ റെഡ് കളർ ചേഞ്ച് ചെയ്തിട്ട് ബ്ലൂ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ള ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബേസ് ആണെന്ന് പറയാം. സോ അപ്പോൾ ഇത് ആക്ച്വലി എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്വിഷൻ ടെസ്റ്റ് ആണ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ദേ ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. ബേസ് ആണെന്നുണ്ടെങ്കിൽ ദേ ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ. ഇവിടെ നിന്ന് ഒരു ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, എക്സാമിന് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങളോട് കളർ, ഏത് കളറാണ് ലിറ്റ്മസിൽ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആസിഡിലാണ് ടിപ്പ് ചെയ്തെങ്കിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് റെഡ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്സ് ഡിഡക്ട് ചെയ്യും. കാരണം റെഡ് ലിറ്റ്മസ് ആണ് നമ്മൾ ആസിഡിൽ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അത് റെഡ് തന്നെ ആയിരിക്കുള്ളൂ, വേറെ ചേഞ്ച് ഒന്നും വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിറ്റ്മസ് ടെസ്റ്റുകൾ എഴുതുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു കളർ ചേഞ്ച് ആയിട്ട് എഴുതുക. ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ് എന്ന് തന്നെ എഴുതണം. അതുപോലെ തന്നെ ബേസസ് ആണെന്നുണ്ടെങ്കിൽ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ എന്ന് തന്നെ എഴുതണം. ഓക്കെ, ആ ഒരു കളർ ചേഞ്ച് ആയിട്ട് തന്നെ എഴുതേണ്ടത് എന്താണ്? മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ആൻഡ് ആസിഡ്സ് ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ രണ്ടാളും എന്ത് ചെയ്യൂടാ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ദേ ബോത്ത് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ബേസസിൽ പറയുന്നത്. യെസ്, ഇനി അടുത്തത് നമുക്ക് അവരുടെ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. സ്ട്രെങ്ത്തിന്റെ ഓർഡറിൽ നമുക്ക് ആസിഡ് ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി ഇസ് യുവർ സ്ട്രോങ്. അപ്പോൾ ഈ സ്ട്രോങ്ങിനകത്ത് തന്നെ നമുക്ക് സ്ട്രോങ് ആസിഡ്സും ഉണ്ടാവും, സ്ട്രോങ് ബേസസും ഉണ്ടാവും. ആൻഡ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് വീക്ക്. അവിടെ നമുക്ക് എന്തുണ്ടാവും? വീക്ക് ആസിഡ്സും ഉണ്ടാവും, അതേപോലെ തന്നെ വീക്ക് ബേസസും ഉണ്ടാവും. സോ നമ്മൾ ആസിഡ് എന്താന്ന് പറഞ്ഞേ? ആസിഡ് മീൻസ് വെൻ ഡിസോൾവ് ഇൻ വാട്ടർ ഇറ്റ് ഷുഡ് റിലീസ് H+, അല്ലേ? അപ്പോൾ ഒരുപാട് H+ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ആസിഡ് മീൻസ് റിലീസസ് മോർ H+. ആൻഡ് വളരെ കുറച്ച് H+ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് വീക്ക് ആസിഡ് ആയിരിക്കും, റിലീസസ് ലെസ് H+. ഓക്കെ, ഇനി അടുത്ത ഇവിടുന്നപ്പോൾ ഒരു നിങ്ങൾക്ക് ജനറലി വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ് എന്ത്? നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക, ഇത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളതൊക്കെ? അതിന് നമുക്ക് ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത്, നമുക്ക് വീക്ക് വളരെ ലിമിറ്റഡ് ആണ്. ഒരു വീക്ക് ആസിഡ് ആയിട്ട് വീക്ക് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ആസിഡിൽ പഠിക്കാനുള്ളത് CH3COOH മാത്രമാണ്. CH3COOH ഇസ് നത്തിങ് ബട്ട് യുവർ അസെറ്റിക് ആസിഡ്. ഇത് മാത്രമാണ് എന്ത്? ഒരു വീക്ക് ആസിഡ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ലെവലിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, ബാക്കി ഓൾമോസ്റ്റ് നിങ്ങൾ കാണുന്ന HCl ആയിക്കോട്ടെ, H2SO4 ആയിക്കോട്ടെ, HNO3 ആയിക്കോട്ടെ, എല്ലാം എന്ത് തന്നെയാണ്? അവരൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് തന്നെയാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആണ്. ആൻഡ് അപ്പോൾ അതേപോലെ തന്നെ വീക്കിലേക്ക് വരുമ്പോഴോ, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിലേക്ക് വരുമ്പോഴോ
ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH മൈനസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ബേസസ് അല്ലേ. അപ്പോൾ സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് റിലീസസ് മോർ OH മൈനസ് ആൻഡ് വീക്ക് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് റിലീസസ് ലെസ് OH മൈനസ്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ആൻഡ് ഇവിടെയും നമുക്ക് എങ്ങനെയാണ് ഓർത്തിരിക്കാൻ പറ്റിയ എക്സാമ്പിൾസ്? നമ്മൾ ആസിഡിൽ പറഞ്ഞ തന്നെ വീക്കിന് ആകെപ്പാടെ ഒരൊറ്റ എക്സാമ്പിളേ ഉള്ളൂ. ഏതാണ്? വീക്ക് ബേസിന്റെ എക്സാമ്പിൾ NH4OH ആണ്. ഓക്കെ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം എന്ത് തന്നെയാണ്? നിങ്ങൾ ഈ കാണുന്ന NaOH ആയിക്കോട്ടെ, KOH ആയിക്കോട്ടെ, അല്ലെങ്കിൽ MgOH ട്വൈസ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ കാണുന്ന എല്ലാം എന്ത് തന്നെയാണ്? സ്ട്രോങ് ബേസസ് ആണ്. ക്ലിയർ? അപ്പോൾ ഇനിയിപ്പോൾ ഒരു ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് സ്ട്രോങ് ആസിഡ്സിനെയും സ്ട്രോങ് ബേസിനെയും അല്ലെങ്കിൽ വീക്ക് ആസിഡ്സിനെയും വീക്ക് ബേസസിനെയും പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമായിട്ട് ചെയ്യാലോ. ആകെപ്പാടി രണ്ട് എക്സാമ്പിൾ ഓർത്തിരുന്നാൽ പോരെ. വീക്ക് ആസിഡിന്റെ എക്സാമ്പിൾ അസെറ്റിക് ആസിഡും വീക്ക് ബേസിന്റെ എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ എന്ത് തന്നെയാണ്? സ്ട്രോങ് ആസിഡ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസസ് ആണ്. ഓക്കെ, സോ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു പാർട്ട്. ആസിഡ്സ് ആൻഡ് ബേസസിന്റെ ഇൻട്രോ, അവരുടെ പ്രോപ്പർട്ടീസ് ആൻഡ് ദെൻ എന്താണ് അവരുടെ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, സോ നൗ ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഏതാണ്? ലിറ്റ്മസ് അല്ലേ. ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും, ആൻഡ് ബേസ് ആണെന്നുണ്ടെങ്കിൽ എന്താക്കൂടാ? റെഡ് ലിറ്റ്മസിനെ തിരിച്ച് ബ്ലൂ ആക്കും. സോ അതിനെയാണ് നമ്മൾ ബേസിക്കലി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുക. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ആക്ച്വലി പല ടൈപ്പ് ഉണ്ട്. ലൈക്ക് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ദെൻ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ആൻഡ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സോ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ലിറ്റ്മസ് ഉണ്ട്, ടേമറിക് ഉണ്ട്, അതുപോലെ തന്നെ ഹിബിസ്കസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആൻഡ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരുമ്പോൾ മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ തുടങ്ങിയ നമുക്ക് കെമിക്കൽസ് ആയിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്? ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. അതായത് നമ്മൾ സ്മെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്യുക. ഓൾഫാക്ടറി നിങ്ങൾക്ക് അത്ര ഡെപ്തിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഉണ്ട് എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയാനായിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ ഇപ്പോൾ ലിറ്റ്മസ് ടെസ്റ്റ് ഷുവർ ആണ്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി നോ ആ ബ്ലൂ ആൻഡ് റെഡ് കൺവേർഷൻ. അടുത്തത് ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് ആൾക്കാരാണ് നമ്മുടെ സിന്തറ്റിക്. ഫിനോഫ്തലിനും അതുപോലെ തന്നെ എന്താണ്? മീഥൈൽ ഓറഞ്ചും. സോ ഫിനോഫ്തലിൻ ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിങ്ക് കളറാണ് തരിക. ഓക്കെ, ആൻഡ് ആസിഡിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കളർലെസ്. ആൻഡ് മിഥൈൽ ഓറഞ്ച് വരുമ്പോൾ ആസിഡിലാണെങ്കിൽ ഇറ്റ് ഷോസ് റെഡ് കളർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് മസ്റ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഫിനോഫ്തലിന്റെയും മിഥൈൽ ഓറഞ്ചിന്റെയും കളർ ചേഞ്ചസ് നോക്കുക. അതുപോലെ തന്നെ ലിറ്റ്മസ് യു ഷുഡ് ബി ലൈക്ക് പെർഫെക്റ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി പറയുന്നത്. ഇറ്റ്സ് എ വെരി ഈസി ടോപ്പിക്. ആൻഡ് നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആസിഡ്സിന്റെയും ബേസസിന്റെയും കുറച്ച് റിയാക്ഷൻസ് ഒക്കെയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, സോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് പിക്ക് ചെയ്യുന്നത്. എടാ, ഇത് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആസിഡിലേക്ക് ഒരു മെറ്റലിനെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത്. എന്താണ്? അതിന്റെ കറസ്പോണ്ടിങ് സോൾട്ടും പിന്നെ ഹൈഡ്രജൻ ഗ്യാസും. അതല്ലേ നമ്മൾ മറ്റേ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ എക്സാമ്പിൾ, HCl സിങ്ക് ഇടുമ്പോൾ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്തു എന്നുള്ളത്. ഓക്കെ, ആ ഒരു സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, ഞാനിപ്പോൾ HCl എടുത്തു, അതിനകത്തേക്ക് ഞാൻ സിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സോൾട്ട് ഏതാ? സിങ്കും ക്ലോറൈഡും കൂടെ ZnCl2 ഫോം ചെയ്യും, ആൻഡ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് H2. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല, എല്ലാവരും ഒന്ന് ബാലൻസ് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ആൻഡ് രണ്ടാമത് നമ്മൾ ആസിഡിലേക്ക് നമ്മളൊരു കാർബണേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് പ്രോഡക്റ്റ് ഇസ് ദ സെയിം, എപ്പോഴും നമുക്ക് സോൾട്ട് തന്നെയാണ് കിട്ടുക. പ്ലസ് ഇവിടെ ഹൈഡ്രജൻ കിട്ടിയതിന് പകരം നമുക്ക് എന്ത് കിട്ടുവാണ്? നമുക്ക് കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ആണ് കിട്ടുക. അപ്പോൾ ആസിഡ് പ്ലസ് മെറ്റൽ ഗീവ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. ആസിഡ് പ്ലസ് കാർബണേറ്റ് നമുക്ക് എന്ത് കിട്ടും? സോൾട്ട് പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാലോ, തന്നെ ബിൽഡ് ചെയ്ത് നോക്കാം. ആൻഡ് ഇനി അടുത്തത് നമ്മൾ ആസിഡിലേക്ക് മെറ്റൽ ഓക്സൈഡ് ചേർത്താൽ എന്ത് വരും നോക്കടാ. ഈ ഓക്സിജൻ ഒഴിച്ചിട്ട് നിങ്ങൾ ഒന്ന് നോക്കി നോക്കിയേ, ആസിഡ് പ്ലസ് മെറ്റൽ. അപ്പോൾ പ്രോഡക്റ്റ് എന്താ? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ അല്ലേ. ഈ മെറ്റലിന്റെ കൂടെ ഒരു ഓക്സിജൻ അല്ലേ വന്നിട്ടുള്ളൂ, ആ ഓക്സിജൻ പുറത്തെടുത്ത് പോയി. അപ്പൊ എന്തായി? സോൾട്ട് പ്ലസ് വാട്ടർ കിട്ടി. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള 3 കാറ്റഗറീസ്. അപ്പൊ ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ കിട്ടും. ആസിഡും കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾട്ട് ആൻഡ് കാർബൺ ഡയോക്സൈഡ് മെയിൻ പ്രോഡക്ട്സ് കിട്ടും. അലോങ് വിത്ത് ദാറ്റ് വി ഓൾസോ ഹാവ് സം വാട്ടർ. ആൻഡ് ആസിഡും മെറ്റൽ ഓക്സൈഡ് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സോൾട്ടും അതുപോലെ തന്നെ വാട്ടറും ആണ് കിട്ടുക. ഓക്കെ, ഈസി അല്ലേ? ഒന്ന് നോക്കിയ റിയാക്ഷൻസ് ഒക്കെ.
ഫൈൻ. സോ ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് ബേസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. എന്തൊക്കെയാണ് ബേസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്? കുറേയൊക്കെ സിമിലർ ആണ്. നമ്മളിപ്പോൾ ഒരു ബേസ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളൊരു മെറ്റലിനെ ആഡ് ചെയ്ത് കൊടുക്കുകയായിരിക്കാം. എക്സാക്ട്ലി ദ സെയിം നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടാം? സോൾട്ടും അതുപോലെ തന്നെ ഹൈഡ്രജനുമാണ് കിട്ടുക. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ എന്താ നമുക്ക് പറയാനുള്ളത്? ഈ കാറ്റഗറിയാടാ. അതായത് ബേസിലേക്ക് നമ്മളൊരു മെറ്റൽ ഓക്സൈഡ് ആഡ് ചെയ്താൽ, മെറ്റൽ വെച്ചാൽ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടിയത്? സോൾട്ടും H2. മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഓക്സിജൻ അല്ലേ കൂടുതലുള്ളൂ. ഇതാ അപ്പുറത്തിട്ട് കൊടുത്തേ, സോൾട്ട് ആൻഡ് വാട്ടർ. കിട്ടിയില്ലേ? ആൻഡ് ഇതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. ബേസിനൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് കൊടുക്കാം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, CaOH2. ആൻഡ് നോൺ മെറ്റാലിക് ഓക്സൈഡ് ആയിരിക്കണം കേട്ടോ ഇവിടെ ഡെഫിനറ്റ്ലി. നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ സോൾട്ട് നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം കാർബണേറ്റും. സോ CaCO3, കാൽഷ്യം കാർബണേറ്റ് പ്ലസ് ബൈ പ്രോഡക്റ്റ് എന്താ? വാട്ടറിലെ എല്ലാ കേസും. ഈസി. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സിൽ പറഞ്ഞത്? ആസിഡ് മെറ്റൽ കോമ്പിനേഷൻ, ആസിഡ് കാർബണേറ്റ് കോമ്പിനേഷൻ, ദെൻ ആസിഡ് മെറ്റൽ ഓക്സൈഡ്. ആൻഡ് ബേസിലേക്ക് വന്നപ്പോൾ ബേസ് ആൻഡ് മെറ്റൽ ആൻഡ് ബേസ് ആൻഡ് നോൺ മെറ്റൽ ഓക്സൈഡ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ. ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു ആസിഡും അതുപോലെ തന്നെ ഒരു ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആസിഡിക് പ്രോപ്പർട്ടിയും ബേസിക് പ്രോപ്പർട്ടിയും നഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് സോൾട്ട് ആൻഡ് വാട്ടർ അല്ലേ? ഇതിന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ഏതാ? ആസിഡ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കാറ് HCl, ബേസ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറ് NaOH. അപ്പോൾ സോൾട്ട് ചെയ്ത് കിട്ടും ഈ CLഉം NAയും കൂടിയിട്ട് നമുക്ക് NaCl കിട്ടും. ആൻഡ് ബാക്കി Hഉം OHഉം കൂടിയിട്ട് നമുക്ക് വാട്ടർ. സെറ്റ് അല്ലേ? അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബേസസ് ആൻഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്. ഈ എല്ലാം തന്നെ എന്താണ്? ഇറ്റ്സ് ലൈക്ക് വെരി 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 ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഓക്കെ. സോ ഐ ഹോപ്പ് ദർ ആർ നോ മോർ ഡൗട്ട്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഒന്നും കാണുന്നില്ല. അപ്പം എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ഫർദർ. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോൺ എത്രത്തോളം ഉണ്ട്, ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ H+ അയോണിന്റെ കോൺസെൻട്രേഷൻ എത്രയുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സയന്റിഫിക് ടേം ആണ് pH എന്ന് പറയുന്നത്. ആൻഡ് pHന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്യൂസൈൻസ് ഓഫ് ഹൈഡ്രജൻ എന്നാണ്. മെജോറിറ്റി ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ സൈഡിൽ മെൻഷൻ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഔട്ട് ഓഫ് നോളജ് പറഞ്ഞുകൊണ്ടുണ്ട്. ഓക്കെ. സോ pH എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് അതിനൊരു റേഞ്ച് ഉണ്ട്. pH വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 to 14 ഇടയിലായിരിക്കും വരുന്നുണ്ടാവും. ആൻഡ് pH വാല്യൂ ഐഡിയലി ഈക്വൽ ടു 7 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് നമ്മുടെ സബ്സ്റ്റൻസ് ന്യൂട്രൽ ആണെന്ന് പറയാം. ഓക്കെ. ആൻഡ് pH വാല്യൂ എന്ന് പറയുന്നത് ഇഫ് ദ pH വാല്യൂ ഇസ് ലെസ് ദാൻ 7, അപ്പം നമ്മൾ എന്ത് പറയും? നമ്മൾ നമ്മുടെ സബ്സ്റ്റൻസ് അസിഡിക് ആണെന്ന് പറയും. ആൻഡ് pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ അതിനെ ബേസിക് ആണെന്ന് പറയും. ഓക്കെ. സോ ക്ലിയർ അല്ലേ? അപ്പം എന്താ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനിലെ ഹൈഡ്രജൻ അയണിന്റെ കോൺസെൻട്രേഷൻ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് pH സ്കെയിൽ. ആൻഡ് അതിന് ഏതൊക്കെ റേഞ്ചിൽ വാല്യൂസ് വരാം? 0 തൊട്ട് 14 വരെ വരാം. സോ 7 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ന്യൂട്രൽ, ലെസ് ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആസിഡിക്, ആൻഡ് ഗ്രേറ്റർ ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബേസ്. ഓക്കെ. ഇനി നമുക്ക് സോൾട്ടിലേക്ക് വരുമ്പോൾ സോൾട്സിന്റെ pH നമുക്ക് എങ്ങനെ നോക്കാം? ഹായ്, ആരോ ചാറ്റ് ബോക്സിൽ കുറെ നേരമായിട്ട് ഇങ്ങനെ ആരുമില്ല ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ നീ ക്ലാസ് ശ്രദ്ധിക്കും. ഓക്കെ. സോ pH ഓഫ് സോൾട്ട് നമുക്കിപ്പോൾ ഒരു സ്ട്രോങ് ആസിഡും അതുപോലെ തന്നെ സ്ട്രോങ് ബേസും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്? രണ്ടും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അത് പരസ്പരം ക്യാൻസൽഡ് ആയി പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന സോൾട്ട് എന്തായിരിക്കും? അത് ബേസിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഇനി അതേസമയം ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡും വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ബേസ് ആണെന്നുണ്ടെങ്കിൽ മേജർ കമ്പോണന്റ് ആര് തന്നെയാണ് അവിടെ? ആസിഡ് തന്നെയല്ലേ അവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും നമ്മുടെ റിസൾട്ടിങ് സോൾട്ട് എന്ന് പറയുന്നത്? ഇറ്റ് വിൽ ബി ആസിഡിക് ഫോർ ഷുവർ. ഓക്കെ. ആൻഡ് ഇനി അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ബേസും ആണെന്നുണ്ടെങ്കിലോ അപ്പോൾ അവിടെ മേജർ റോൾ ആർക്കാ? ആ ബേസിനല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ടിങ് സോൾട്ട് ഏതായിരിക്കും? ബേസിക് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഡു പ്രാക്ടീസ്. ഓക്കെ. NCERT തന്നെ ഉണ്ട്, അതൊന്നും വായിച്ചു നോക്കിയാൽ മതി. ഫൈൻ. സോ അതാണ് pH ഓഫ് സോൾട്ട്സ്. യെസ്, ആൾക്കാരുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. യെസ്. അപ്പോൾ അതാണ് നമുക്ക് pH ഓഫ് സോൾട്ട്സിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ദെൻ കംസ് ഇതും ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഡെയിലി ലൈഫിലെ കുറച്ച് pH റേഞ്ചസ്. നമ്മുടെ ബോഡിന്റെ pH എന്ന് പറയുന്നത് 7 to 7.8 ആണ്. ആൻഡ് ആസിഡ് റെയിൻ ഒരു ക്ലൈമറ്റിക് ഇഷ്യൂ ആണ്. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? റെയിൻ്റെ pH വാല്യൂ ആസിഡിക് റേഞ്ചിലേക്ക് ആവുന്നതാണ് 5.6. അതാണ് ആസിഡ് റെയിൻ pH. ദെൻ നമ്മുടെ ടൂത്തിലെ pH 5.5 ആകുമ്പോഴാണ് നമ്മൾ എന്താ പറയുക? നമ്മുടെ ടൂത്ത് ഡീക്കേ എന്ന് പറയും.
ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് ഞാൻ NCERT ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, NCERT വായിച്ചു നോക്കാം. നമുക്കിപ്പോൾ ഒരു ക്രാഷിന് വന്നിട്ട് ഇത് ഫുൾ കവർ ചെയ്യാനുള്ള ടൈമില്ല. ഓക്കെ, യെസ്. സോ ദെൻ കംസ് ദ നെക്സ്റ്റ് ടോപ്പിക്, അല്ലെങ്കിൽ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. ഇതും എക്സാമിന് ഒരു ഷോർട്ട് ആണ്. ഇതിന് ഏതെങ്കിലും ഒരെണ്ണം ഡെഫിനറ്റ്ലി ചോദിക്കും. ഒന്നെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആവാം, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആവാം, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ആവാം, ഓർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സാമിന് ചോദിക്കുന്നുണ്ടാവും. സോ ഫസ്റ്റ് നമുക്ക് പറയാം എന്ത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, NaOH. NaOHന്റെ പ്രിപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോർ ആൽക്കലി പ്രോസസ്. ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇലക്ട്രോലിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, NaCl and വാട്ടർ ആണ്. സോ ഈ ബ്രൈൻ സൊല്യൂഷന്റെ ഇലക്ട്രോലിസിസ്, അതാണ് ബേസിക്കലി ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ NaCl ഉം വാട്ടർ നമ്മൾ റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള NaOH കിട്ടും, ദെൻ ക്ലോറിൻ ആൻഡ് ഹൈഡ്രോജൻ. ഇതാണ് ബേസിക്കലി ക്ലോർ ആൽക്കലി പ്രോസസ്. അപ്പോൾ നമുക്കിവിടെ ഈ രണ്ട് പ്രോഡക്ട്സ്, ക്ലോറിൻ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ആനോഡിലായിരിക്കും, ആൻഡ് ഹൈഡ്രോജൻ നമുക്ക് എപ്പോഴും കിട്ടുന്നത് കാഥോഡിലായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ യൂസസ്, എന്തൊക്കെ യൂസസ് ആണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്, നമുക്ക് സോപ്സ്, പേപ്പർ, ദെൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഇതിനൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ക്ലോർ ആൽക്കലി പ്രോസസ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് പറയാനുള്ളത്. Then comes the next important compound, which is like bleaching powder. Bleaching powder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലേക്കഡ് ലൈം, സ്ലേക്കഡ് ലൈം എന്താ, സ്ലേക്കഡ് ലൈം ഇസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, CaOH twice. ഇതാണ് സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത്. ഈ സ്ലേക്കഡ് ലൈമിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യണടാ, ക്ലോറിൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ബ്ലീച്ചിങ് പൗഡർ കിട്ടുക. ബ്ലീച്ചിങ് പൗഡർ ഇസ് CaOCl2 ആൻഡ് ബൈ പ്രോഡക്റ്റ് ഇവിടെയും എന്ത് തന്നെയാണ് വരുന്നത്, വാട്ടർ ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് ഈ ഒരു ഫോർമുല, ഇത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ ഫോർമുല എന്നുള്ളത് CaOCl2. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചിട്ട് പൊക്കോളൂ കേട്ടോ. ആൻഡ് എന്തിനൊക്കെയാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുക, ടെക്സ്റ്റൈൽസ്, നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ബ്ലീച്ച് ചെയ്യാനായിട്ട്, ദെൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് ഇറ്റ്സ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ബ്ലീച്ചിങ് പൗഡറിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് സെറ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, യെസ്, കമന്റ് ബോക്സിൽ പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നുമില്ല, പക്ഷെ ആരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഗോയിങ് ത്രൂ ഇറ്റ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ലൈക്ക് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡന്റെ കെമിക്കൽ ഫോർമുല ഇസ് NaHCO3, സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. ഓക്കെ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ സോഡിയം ക്ലോറൈഡ്, ദെൻ അമോണിയ, ദെൻ വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ഈ 4 ആൾക്കാരെയും തമ്മിൽ റിയാക്ട് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ NaHCO3 കിട്ടുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം, എന്താണ്, ഈ നമുക്ക് കിട്ടിയ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റിനെ NaHCO3നെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അണ്ടർഗോ ഡീകമ്പോസിഷൻ, അല്ലെങ്കിൽ ഇറ്റ് വിൽ അണ്ടർഗോ എ കെമിക്കൽ ചേഞ്ച് ആൻഡ് ഇറ്റ് ഫോംസ് Na2CO3, H2O ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഹീറ്റിംഗിന്റെ ഇക്വേഷനും കൂടെ നിങ്ങളിവിടെ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ബേക്കിംഗ് സോഡയുടെ സെക്ഷനിൽ നിന്ന് പറയാനായിട്ടുള്ളത്. ആൻഡ് എന്തൊക്കെ പേർപ്പസിനാണ് നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുക, ബേക്കിംഗ് പൗഡർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ദെൻ ആന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ബേസിക്കലി ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, then comes washing soda. Washing soda എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി Na2CO3.10H2O. ഈ 10H2O എന്ന് പറയുന്നത് ഇവിടുത്തെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണ്, നമ്മൾ കമ്മിങ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ജസ്റ്റ് ഹീറ്റിംഗ് ബേക്കിംഗ് സോഡ ആൻഡ് ആഡ് വാട്ടർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇതാ ഈ സ്ലൈഡ് നമ്മൾ പറഞ്ഞല്ലോ, ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Na2CO3 കിട്ടിയെന്ന്. ഇതിനകത്തേക്ക് നമ്മളൊരു 10H2O ആഡ് ചെയ്താൽ മതിയാടാ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വാഷിംഗ് സോഡ കിട്ടും, Na2CO3.10H2O. ഓക്കെ, ആൻഡ് എന്തൊക്കെ യൂസസ് ആണ് നമുക്കുള്ളത്, വി ഹാവ് ലൈക്ക് ക്ലീനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം വാഷിംഗ് സോഡ, ദെൻ റിമൂവിങ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ആൻഡ് അതുപോലെ തന്നെ ഗ്ലാസ് ആൻഡ് സോപ്പ് മാനുഫാക്ചർ. ഇത് 3 വാഷിംഗ് സോഡയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഇതാ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ Na2CO3.10H2O, ഇവിടെ ഈ 10H2O അല്ലെങ്കിൽ CuSO4.5H2O, ഇവിടെയുള്ള 5H2O, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുക. അതായത് നമ്മൾ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ്, അതിനാണ് നമ്മൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കാൽഷ്യം സൾഫേറ്റ് ആണ്, CaSO4 in 2 hydrated form, 2H2O.
അതിനെന്ത് സംഭവിക്കൂടാ? ജസ്റ്റ് ഹാഫ് H2O മാത്രം ഇവിടെ നിൽക്കും. CaSO4 ഡോട്ട് ഹാഫ് H2O. ബാക്കി 2H2O എന്ന് ഹാഫ് H2O പോയാൽ ബാക്കി എന്തുള്ളത്? 1.5 H2O. അത് നമുക്ക് എന്ത് കിട്ടും? ഇപ്പുറത്ത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ഇതാണ് ബേസിക്കലി എന്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ. ആൻഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഫ്രാക്ചേഴ്സ്, കൈയും കാലും പൊടിയുമ്പോൾ പ്ലാസ്റ്റർ ഇടാറില്ലേ? അത് ബേസിക്കലി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പിന്നെ ടോയ്സ് മേക്ക് ചെയ്യാനായിട്ട് ആൻഡ് ഡെക്കറേറ്റീവ് ഐറ്റംസ്. ഇത്രയാണ് എന്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യെസ്, മാത്സും ഇംഗ്ലീഷും ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഫിസിക്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ആൻഡ് അപ്കമിംഗിൽ നിങ്ങൾക്ക് ഫർദർ സബ്ജക്ട്സിന്റെ ഒക്കെ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇന്റർവെല്ലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഡു ചെക്ക് അവർ ഇൻസ്റ്റഗ്രാം പേജസ് ആൻഡ് അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീസ്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഫ്രീക്വന്റ്ലി തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് 10th മാത്രമല്ല, നമ്മൾ 12th ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. സോ അത്രയാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയാനുള്ളത്. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് ചാപ്റ്റർ, ഇറ്റ്സ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. പേര് എഴുതാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ടൈറ്റിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ദ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. സോ ഈസി പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ്. എന്താടാ മെറ്റൽസ്? മെറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് വരിക? ഒരു സോളിഡ് അല്ലേ? മോസ്റ്റ്ലി സോളിഡ്സ് ആണ്. പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. മെർക്കുറി, Hg എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ആണ്. ലിക്വിഡ് ആയിട്ടുള്ള ഓൺലി മെറ്റൽ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? മെർക്കുറി തന്നെയാണ്. പിന്നെന്താ? ഹാർഡ് ആണ്. എക്സാമ്പിൾസ് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ നമുക്ക് എക്സെപ്ഷൻസ് ആണ് വേണ്ടത്. സോഫ്റ്റ് മെറ്റൽസ് ഏതൊക്കെയാ? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. നമുക്ക് ഈ സോഡിയം അല്ലെങ്കിൽ എന്താ പറയാ, സോഡിയം ബേസിക്കലി നമുക്ക് ജസ്റ്റ് കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലാണ് എന്ത് സോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനറലി മെറ്റൽസ് ഹാർഡ് ആണ്, പക്ഷെ വി ഹാവ് എക്സെപ്ഷൻസ്. അടുത്ത എന്താണ്? ലസ്ട്രസ്, ഷൈൻ. ഇതിന് നമ്മൾ കുറച്ചും കൂടെ നിങ്ങൾ കേട്ടിട്ടുള്ള പേര് ഇങ്ങനെ ആയിരിക്കും, മെറ്റാലിക് ലസ്റ്റർ എന്നായിരിക്കും. ആ ഒരു ഷൈനിങ് അപ്പിയറൻസ്. സോ മെറ്റൽസിന് എല്ലാവർക്കും എന്താണ്? മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്. ആൻഡ് മെറ്റൽസ് ആർ ബേസിക്കലി മാലിയബിൾ ആൻഡ് ഡക്ടൈൽ. മാലിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റലിനെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് തിൻ ഷീറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് ബേസിക്കലി മാലിയബിലിറ്റി എന്ന് പറയാം. ആൻഡ് ഡക്ടിലിറ്റി മീൻസ് നമുക്ക് അതിനെ തിൻ വയേഴ്സ് ആയിട്ട് ഡ്രോ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഡക്ടിലിറ്റി. സോ മാലിയബിലിറ്റി, ഡക്ടിലിറ്റി ഒക്കെ എന്താണ്? ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. ദെൻ ജനറലി മെറ്റൽസിനൊക്കെ ഹൈ മെൽറ്റിംഗ് ആൻഡ് ഹൈ ബോയിലിംഗ് പോയിന്റ്സ് ആണ്. Then they are good conductors of heat and electricity, and they are like sonorous. Sonorous എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ചെയ്യും. അതാണ് ബേസിക്കലി സോണറസ്. എടാ, കഴിഞ്ഞ എക്സാംസ് ഈസിയോ ഏത് സെറ്റ് എന്താ വെച്ചാൽ ആയിക്കോട്ടെ, ഇനി കെമിസ്ട്രിയിൽ ഫോക്കസ് ചെയ്യൂ. അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത ലൈവിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യേണ്ടി വരും കെമിസ്ട്രി എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു. അപ്പൊ അതിൽ നല്ലത് കൂടെ ശ്രദ്ധിക്കുന്നല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ് പറയുമ്പോൾ എന്താ? എക്സാക്ട്ലി നിങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവാ കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസും. നൗ റിയാക്ഷൻസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്ത് പ്രോപ്പർട്ടീസാ? കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. വി ആർ ഗോണ ഡിസ്കസ് ദിയർ കെമിസ്ട്രി. സോ മെറ്റൽസ് വിത്ത് ഓക്സിജൻ. മെറ്റൽസ് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്കം? നമുക്ക് എന്ത് കിട്ടും? മെറ്റൽ ഓക്സൈഡ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോപ്പറും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് കോപ്പർ ഓക്സൈഡ് കിട്ടി. ആൻഡ് അലുമിനിയം ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അലുമിനിയം ഓക്സൈഡ് കിട്ടി. ആൻഡ് ഇവിടെ നിന്ന് നിങ്ങൾ എടുക്കേണ്ട ഒരു കീ ടേക്ക് അവേ ആണ് എന്ത്? മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് ആണ്. പക്ഷേ വി ഡു ഹാവ് എക്സെപ്ഷൻസ്. എന്താണ്? അലുമിനിയത്തിന്റെ Al2O3 അതുപോലെ തന്നെ സിങ്കിന്റെ ZnO, ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ആംഫോട്ടറിക് ആണ്. ആംഫോട്ടറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ക്യാരക്ടർ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ആംഫോട്ടറിക് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് മെറ്റൽസ് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. നൗ ഇനി അടുത്ത റിയാക്ഷൻ വിത്ത് വാട്ടർ. മെറ്റൽസ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ ഇവിടെ നമുക്ക് ഓക്സൈഡ്സ് ആണ് കിട്ടിയത്. കാരണം എന്താ? നമ്മൾ ജസ്റ്റ് ഓക്സിജൻ മാത്രമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ വാട്ടർ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട് അതിനകത്ത് ഹൈഡ്രജനും ഉണ്ട് അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. അപ്പൊ മെറ്റൽസും വാട്ടർ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒന്നെങ്കിൽ മെറ്റൽ ഓക്സൈഡ്സ് കിട്ടും, അല്ലെങ്കിൽ ആരെ കിട്ടും? മെറ്റൽ ഹൈഡ്രോക്സൈഡ്സിന് കിട്ടും. അപ്പൊ ഒന്നെങ്കിൽ ഓക്സൈഡ്സ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ്സ് ആണ് കിട്ടുക. ആൻഡ് പ്രോഡക്റ്റ് വിൽ ബി ഡെഫിനറ്റ്ലി, ബൈ പ്രോഡക്റ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹൈഡ്രോജൻ. ഓക്കെ, ആൻഡ് വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ ശ്രദ്ധിക്കണടാ. സോഡിയം പൊട്ടാഷ്യം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ കോൾഡ് വാട്ടർ ആണെങ്കിൽ പോലും ഭയങ്കര വയലന്റ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവും. അതേസമയം മാഗ്നീഷ്യം ആണെന്നുണ്ടെങ്കിൽ അത് കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യില്ല. ആരായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ? ഹോട്ട് വാട്ടർ ആയിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ആൻഡ് അലുമിനിയം FeZn ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഹോട്ട് വാട്ടർ ആയിട്ടും റിയാക്ട് ചെയ്യില്ല, ജസ്റ്റ് സ്റ്റീം ആയിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ആൻഡ് കോപ്പർ സിൽവർ ഗോൾഡ് ആണെങ്കിൽ ഈവൻ സ്റ്റീം ആയിട്ട് പോലും ദർ വിൽ നോട്ട് ബി എനി റിയാക്ഷൻ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചേക്കണേ ഡിഫറെന്റ് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി.
ആൻഡ് റിയാക്ഷൻ വിത്ത് ആസിഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, എന്താണ് അവർ സോൾട്ടും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഇവിടുത്തെ എക്സെപ്ഷൻ എന്താ? നൈട്രിക് ആസിഡ്. HNO3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബൈ പ്രോഡക്റ്റ് എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവില്ല. ഓക്കെ. ദെൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ട സെയിം പരിപാടി തന്നെ. എന്താണ്? സിങ്ക് ഇവിടെ ഉണ്ട്, അതിനകത്തേക്ക് ആര് വന്ന്? കോപ്പർ സൾഫേറ്റ്. അപ്പൊ എന്ത് സംഭവിച്ചടാ? ഈ സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ എന്തായി? നമുക്ക് ZnSO4ഉം അതുപോലെ തന്നെ എന്ത് കിട്ടി? കോപ്പറും കിട്ടി. ഇതാണ് ബേസിക്കലി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മോർ റിയാക്റ്റീവ് മെറ്റൽ എന്ത് ചെയ്യും? ഒരു ലെസ് റിയാക്റ്റീവ് മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ. ആൻഡ് ദെൻ ഇസ് ലൈക്ക് റിയാക്ടിവിറ്റി സീരീസ്. നമ്മൾ പറഞ്ഞല്ലോ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ഒരു മെറ്റൽ റിയാക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്? അത് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സീരീസ് ആണ് റിയാക്ടിവിറ്റി സീരീസ്. അതായത് മെറ്റൽസിന് അവരുടെ റിയാക്ടിവിറ്റിന്റെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഓർഡർ ഓർത്തിരിക്കാനായിട്ട് ഈസിയസ്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. PSC മസിൽ ഇൻറ്റ് CSG. ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിക്കണം. ഈ മസിൽ ഇൻറ്റ് എഴുതുമ്പോൾ എങ്ങനെ വേണം? മസിൽ ഇൻറ്റ് ദെൻ CSG. ഇതാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ഓർത്തിരിക്കാനുള്ള എന്ത് ഒരു ഏറ്റവും ഈസിയസ്റ്റ് വേ. അപ്പോൾ മോളിൽ ആരൊക്കെ ഉണ്ട്? നമുക്ക് P4 പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, ദെൻ മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ദെൻ കോപ്പർ, സിൽവർ, കോൾട്ട്. ഇതാണ് ബേസിക്കലി നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. ഓക്കെ. അപ്പോൾ PSC മസിൽ ആൻഡ് CSG ഓർത്ത് വെച്ചു. അതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. ആൻഡ് ദെൻ അയണിക് കമ്പൗണ്ട്സ്. അയണിക് കമ്പൗണ്ട്സ് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? നമുക്ക് 2 ടൈപ്പ് ബോണ്ടിങ്സ് ഉണ്ട്, അയണിക് ബോണ്ടിങ്ങും അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ടിങ്ങും. അയണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് ഉണ്ടാവുന്ന ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അയണിക് ബോണ്ടിങ് എന്ന് വിളിക്കുക. ആൻഡ് ആസ് എ റിസൾട്ട് ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് ആണ് അയണിക് കമ്പൗണ്ട്സ്. മറ്റൊരെന്താണ്? കോവാലന്റ് കമ്പൗണ്ട്സ്. ആൻഡ് അയണിക് കമ്പൗണ്ട്സിന്റെ പ്രത്യേകത, അയണിക്കിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, NaCl ഒക്കെ. ഓക്കെ. ആൻഡ് എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? അവർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. They have like high melting point, they are highly soluble in water and conduct electricity. Okay. Yes. Okay. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അയണിക് കമ്പൗണ്ട്സിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഫൈൻ. ആൻഡ് ദെൻ ലൈക്ക് കം ടു ദ മെറ്റലർജി പാർട്ട്. നമുക്ക് ഇവിടുന്ന് 3 ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് മിനറൽ, എന്താണ് ഓർ ആൻഡ് എന്താണ് ക്യാൻ. യെസ്, ബാലൻസിങ് കമ്പൽസറി ആണ് മോനെ. ബാലൻസിങ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മാർക്ക് കുറയ്ക്കും കേട്ടോ. ഓക്കെ. സോ മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഒരു മെറ്റലിന്റെ കമ്പൗണ്ട്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ മിനറൽസ് എന്ന് വിളിക്കുക. ആൻഡ് ഒരു മെറ്റലിന് ഇഷ്ടംപോലെ മിനറൽസ് ഉണ്ടാവും, പോസിബിൾ ആണ്. ഓക്കെ. അതിനകത്ത് ഏത് മിനറലിൽ നിന്നാണോ നമുക്ക് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടും നമുക്ക് ആ ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുക, ആ മിനറലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാ മിനറൽസും ഓർ അല്ല, പക്ഷെ എല്ലാ ഓർസും എന്താണ്? മിനറൽസ് ആണ്. സെന്റൻസ് ഒന്ന് നോക്കി വെച്ചോട്ടോ. അസേർഷൻ റീസൺ അത് കറങ്ങി തിരിഞ്ഞ് പണിയായിട്ട് വരും. ഓക്കെ. സോ മിനറൽ എന്താ, ഓർ എന്താന്ന് മനസ്സിലായല്ലോ. ആൻഡ് ലാസ്റ്റ് വൺ, ഈ ഓറിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് ഇംപ്യൂരിറ്റീസ് ഇല്ലേ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. നമ്മൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഗ്യാങ് എന്നാണ് പറയാ. ഓക്കെ. സോ 3 ടേംസ് ക്ലിയർ അല്ലേ? മിനറൽസ്, ഓർ ആൻഡ് ഗ്യാങ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇസ് എക്സ്ട്രാക്ഷൻ. എങ്ങനെ നമുക്ക് ഈ മെറ്റൽസിനെ അവരുടെ ഓർ പാർട്ടിക്കിൾസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോളിസിസ് ആണ്. ഓക്കെ. മീഡിയം റിയാക്ടിവിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു കോമ്പിനേഷൻ യൂസ് ചെയ്യണം. അതായത് ഫസ്റ്റ് വി ഷുഡ് ഡു എയ്തർ റോസ്റ്റിംഗ് ഓർ കാൽസിനേഷൻ, ദെൻ റിഡക്ഷൻ. ഇതിനകത്ത് തന്നെ ലോ റിയാക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ റോസ്റ്റിംഗ് ആണ് എന്ത് ചെയ്യുക? പ്രിഫർ ചെയ്യുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, എന്താണ് റോസ്റ്റിംഗ്, എന്താണ് കാൽസിനേഷൻ? രണ്ടും ബേസിക്കലി ഹീറ്റിംഗ് തന്നെയാണ്. അതായത് ഓറിനെ ഹീറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ ഡിഫറൻസ്? റോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. അതായത് നമ്മൾ ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. അതേസമയം കാൽസിനേഷൻ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ ആബ്സെൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. ആ ഒരൊറ്റ ഡിഫറൻസ് ഉള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഡിഫറൻഷിയേറ്റ് റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ. ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആണ്, പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം. ആൻഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് റിമൂവൽ ഓഫ് ഓക്സിജൻ യൂസിങ് കാർബൺ. ഓക്കെ. അപ്പോൾ ക്ലിയർ ആയി പറഞ്ഞത്, ഹൈ റിയാക്ടിവിറ്റി ആണെങ്കിൽ ഇലക്ട്രോളിസിസ്, മീഡിയം റിയാക്ടിവിറ്റി ആണെങ്കിൽ ഫസ്റ്റ് റോസ്റ്റിംഗ് ഓർ കാൽസിനേഷൻ പ്ലസ് റിഡക്ഷൻ, ആൻഡ് ദെൻ ലോ റിയാക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ജനറലി വി ഡു റോസ്റ്റ്. ആൻഡ് എന്താണ് ഡിഫറൻസസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റ്? ഓക്കെ. യെസ്. അടുത്തത് തെർമിഡ് റിയാക്ഷൻസ്. തെർമിഡ് റിയാക്ഷൻസും നിങ്ങൾ PYQs നോക്കിയാൽ അത്യാവശ്യം ഭയങ്കര എക്സാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. തെർമിഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ Fe2O3 നമ്മൾ അലുമിനിയം ആയിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
നമുക്ക് Al2O3 പ്ലസ് Fe പ്ലസ് ഹീറ്റ് കിട്ടും. അതായത് ബേസിക്കലി നമുക്കൊരു മോൾട്ടൺ മിക്സർ ആണ് കിട്ടുക, വിച്ച് ഇസ് ലൈക്ക് വെരി 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 ഹോട്ട്, ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. സോ ഈ ഒരു ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ റെയിൽവേ ട്രാക്സിൽ ക്രാക്സും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു കെമിസ്ട്രിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ബേസിക്കലി തെർമിറ്റ് റിയാക്ഷൻസ്. ആൻഡ് ഇനി അടുത്തത് റിഫൈനിങ് ഓഫ് ദി മെറ്റൽസ്. റിഫൈനിങ്ങിന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ഇലക്ട്രോളിറ്റിക് സെൽ എടുക്കുന്നു. ഓക്കെ, ആൻഡ് ഒരു സൈഡിൽ നമുക്ക് എന്തുണ്ട്, ആനോഡ് ഉണ്ട്, ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എന്താണ്, കാത്തോഡാണ്. ആൻഡ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു സെൽ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ഒരു നോർമൽ ഒരു സിമ്പിൾ ഇലക്ട്രോളിറ്റിക് സെറ്റപ്പ്. ഇവിടെ നമ്മളെപ്പോഴും ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് കോപ്പറിൻ്റെ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ് കേട്ടോ. ഇപ്പം നമ്മളെപ്പോഴും ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് ഇംപ്യൂർ കോപ്പർ ആയിരിക്കും. അതായത് ഏതാണോ നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു പ്യുവർ വേർഷൻ, ആ ഒരു പ്യുവർ കോപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാത്തോഡായിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിന് ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ, ഈ ഇംപ്യൂർ കോപ്പറിൽ നിന്നുള്ള കോപ്പർ ഉണ്ടല്ലോ, അതായത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള കോപ്പർ എവിടേക്ക് എത്തൂടാ, ഈ നമ്മുടെ കാഥോഡിലേക്ക് എത്തും. അപ്പം അങ്ങനെ കാഥോഡിൽ നമുക്ക് എന്ത് കിട്ടും, കോപ്പർ വിച്ച് ഇസ് ലൈക്ക് പ്യുവർ കോപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാഥോഡിൽ കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ ബാക്കി ഇംപ്യൂരിറ്റീസ് ഇല്ലേ, ആ ഇംപ്യൂരിറ്റീസ് ആനോഡിൻ്റെ താഴെ വന്ന് സെറ്റിൽ ഉണ്ടാവും. ആൻഡ് അതിനെ നമ്മൾ എന്ത് വിളിക്കും, നമ്മൾ ആനോഡ് മഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിൽ പറയാനുള്ളത്, നമ്മൾ ഇംപ്യൂർ മെറ്റൽ ആനോഡായിട്ട് എടുക്കും, ആൻഡ് പ്യുവർ മെറ്റൽ കാഥോഡായിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോളിസിസ് ചെയ്യും. ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ആനോഡിൽ നിന്നുള്ള പ്യുവർ മെറ്റൽ എവിടെ കളക്ട് ആവും, നമ്മുടെ കാഥോഡിൽ കളക്ട് ആവും. ആൻഡ് ഇംപ്യൂരിറ്റീസ് നമ്മുടെ ആനോഡിൻ്റെ താഴെ ആനോഡ് മഡ് ആയിട്ട് ഡെപ്പോസിറ്റഡ് ആവുന്നുണ്ട്. ഇതാണ് ബേസിക്കലി ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഈ ആനോഡ് മഡിനകത്ത് ഗോൾഡ്, പ്ലാറ്റിനം ഒക്കെ വരാറുണ്ട് കേട്ടോ ഇംപ്യൂരിറ്റീസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെയാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് അത്യാവശ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇവിടെ നിന്ന് വരുന്ന പിന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ചിട്ട് ആനോഡ് ബിക്കംസ് തിന്നർ ആൻഡ് കാഥോഡ് ബിക്കംസ് തിക്കർ. എന്താ കാരണം, ഈ ആനോഡിൽ നിന്നുള്ള പ്യുവർ മെറ്റൽസും കൂടെ വന്നിട്ട് കാഥോഡിൽ കണക്റ്റഡ് ആവും. ആൻഡ് ആനോഡിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസ് ഇതാ താഴെ വന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനോഡ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കൂടുതൽ തിന്നായി വരും, കാഥോഡ് തിക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ലാസ്റ്റ് പാർട്ട് കൊറോഷൻ. കൊറോഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മെറ്റൽ ഒന്നെങ്കിൽ എയർ ആയിട്ടോ അല്ലെങ്കിൽ മോയ്സ്ചർ ആയിട്ടോ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഓക്സൈഡ് ഫോമിലേക്ക് മാറും അല്ലേ, Fe2O3.XH2O. ഇതാണ് എന്ത്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ റസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് എങ്ങനെ നമുക്ക് കൊറോഷൻ പ്രിവെന്റ് ചെയ്യാം, കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ വേ എന്ന് പറയുന്നത് ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ്, നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്നതാണ്. പിന്നെന്താണ്, പെയിന്റ് ചെയ്യുക, ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് കോട്ട് ചെയ്യാം, ദെൻ പിന്നെന്താണ്, ടിൻ കോട്ട് ചെയ്യാം, പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ്, ലൈക്ക് എനി മെറ്റൽ ക്യാൻ ബി പ്ലേറ്റഡ്, അതിനാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുക. അതിനെ തന്നെ സ്പെസിഫിക്കലി സിങ്ക് ആണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഗാൽവനൈസേഷൻ എന്ന് വിളിക്കും. ആൻഡ് ദെൻ അലോയ്സ് മേക്ക് ചെയ്യുക. ഇതൊക്കെയാണ് കോമൺ എന്താ പറയുക മെത്തേഡ്സ് ടു പ്രിവെന്റ് കൊറോഷൻ. ഓക്കെ, യെസ്. സോ നമ്മൾ നമ്മുടെ സിലബസിലെ 4 ചാപ്റ്റർ ഉള്ളതിൽ 3 ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഏറ്റവും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആർ യു ഗൈസ് ഇൻട്രസ്റ്റഡ്? അതോ എല്ലാവരും ഭയങ്കര ടയർഡായോ 3 ചാപ്റ്റർ ആയപ്പോഴേക്കും? അത്യാവശ്യം നമുക്ക് ഏറ്റവും മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ളതും പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുമുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത്, കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്സ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കാർബണിലേക്ക് വരുമ്പോൾ തന്നെ ഫസ്റ്റ് പറയേണ്ട കാര്യം കാർബണിന്റെ ബേസിക്സ് ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 അല്ലേ. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും, 2 4. ലാസ്റ്റ് 4 ആയതുകൊണ്ട് തന്നെ അതിന്റെ വാലൻസി എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്ത് വേണം, എപ്പോഴും 4 വാലൻസീസ് വേണം. നമ്മൾ പറയും കാർബൺ ഇസ് ടെട്രാവാലന്റ്. ഓക്കെ, ടെട്രാവാലൻസി കാർബണിന്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇത് നമുക്ക് കുറച്ച് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സ് ഇത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. H2O2 CH4 ഒക്കെ. H2 എങ്ങനെയാ വരിക, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 അല്ലടാ, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇതാ, അടുത്ത ഹൈഡ്രജൻ എടുത്തു, അടുത്ത ഇലക്ട്രോൺ. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇത് രണ്ടും കൂടെ ഷെയർ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുക, അവൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഈ ഹൈഡ്രജനും ഈ 2 എണ്ണം കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഇവൻ്റെ ഒക്ടറ്റും കംപ്ലീറ്റ് ചെയ്യുക.
സോ അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ, സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇനി അടുത്തത് ഓക്സിജനിലേക്ക് വരുമ്പോഴോ, ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 8 അല്ലേ? അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 6 എന്ന് വന്നില്ലേ അല്ലേ? ആ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഓക്സിജന്റെ ഇതുപോലെ തന്നെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സ് വരച്ചു നോക്കാലോ. അപ്പോൾ വരച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓക്സിജൻ ആറ്റംസ് ആക്ച്വലി 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ്. ഓക്കെ, അത് വരച്ചു നോക്കണം കേട്ടോ. ആൻഡ് ദെൻ ഇറ്റ്സ് ലൈക്ക് മീഥേൻ. മീഥേൻ എന്ന് പറയുമ്പോൾ എന്താണ്? കാർബൺ. നമുക്ക് കാർബണിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ആ 4 വാലൻസ് ഇലക്ട്രോൺസിന് കൂടെ കൊടുത്തു. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഓരോ വാലൻസ് ഇലക്ട്രോൺസ് ആണ്. മീഥേൻ എന്ന് പറയുമ്പോൾ 4 ഹൈഡ്രജൻ, CH4 അല്ലേ? ആ 4 ഹൈഡ്രജൻസിന്റെയും വാലൻസ് ഇലക്ട്രോൺസിന് കൊടുത്തു. ഇതാ ഇങ്ങനെയല്ലേ അവരുടെയൊക്കെ വാലൻസി കംപ്ലീറ്റ് ആക്കുന്നത്. എല്ലാ ഹൈഡ്രജൻസിനും 2 ഇലക്ട്രോൺസ് വെച്ച് കിട്ടി. ആൻഡ് ഈ കാർബൺ എന്ത് ചെയ്യടാ? എല്ലാത്തിനെയും കൂടെ എടുത്തിട്ട് 8 ആയിട്ടാണ് അവന്റെ വാലൻസി കംപ്ലീറ്റ് ചെയ്യുക. സോ കാർബൺ, ഇവിടെ നമുക്കൊരു സിംഗിൾ ബോണ്ട് എച്ച്, ഇവിടെ നമുക്കൊരു സിംഗിൾ ബോണ്ട് എച്ച്, ഇവിടെ നമുക്കൊരു സിംഗിൾ ബോണ്ട് എച്ച്, ആൻഡ് ഇവിടെ നമുക്കൊരു സിംഗിൾ ബോണ്ട് എച്ച്. ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഫോർ മീഥേൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സ് വരയ്ക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 എക്സാമ്പിൾസ് അല്ല, NCERT കുറച്ച് അധികം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പൗണ്ട് കിട്ടിയാലും യു ഷുഡ് നോ ഹൗ ടു ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് കോവാലന്റ് കമ്പൗണ്ട്സ്. നമ്മൾ മറ്റേ ചാപ്റ്ററിൽ അയോണിക് കമ്പൗണ്ട്സും അതിന്റെ പ്രോപ്പർട്ടീസും കണ്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്താണ് കോവാലന്റ് കമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ്. കോവാലന്റ് കമ്പൗണ്ട്സ് എപ്പോഴും ലോ മെൽറ്റിംഗ് ആൻഡ് ലോ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ദെൻ ദേ ആർ ലൈക്ക് പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അവർ വാട്ടറിൽ സോലബിൾ അല്ല. പിന്നെ ഏതിലാണ് അവർ സോലബിൾ ആയിട്ടുള്ളത്? ഓർഗാനിക് സോൾവെന്റ്സിലാണ് സോലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കോവാലന്റ് കമ്പൗണ്ട്സ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്, പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, വാട്ടറിൽ സോലബിൾ അല്ല, പക്ഷെ എന്തിൽ സോലബിൾ ആണ്? നമ്മുടെ ഓർഗാനിക് സോൾവെന്റ്സിൽ സോലബിൾ ആണ്. ഇനി അടുത്തത് കാർബണിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാറ്റിനേഷൻ നല്ല പേരല്ലേ. ആൻഡ് കാറ്റിനേഷനെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. അതായത് കാർബൺ ആറ്റത്തിന് വേറെ ആരുടെ ആവശ്യമില്ല, അവർക്ക് പരസ്പരം തന്നെ എന്ത് ചെയ്യാണ്? ബോണ്ട് ചെയ്തിട്ട് ചെയിൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അത് ഒന്നെങ്കിൽ ഇങ്ങനെ സ്ട്രേറ്റ് ചെയിൻസ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ബ്രാഞ്ചസ് ഫോം ചെയ്യാം. ഓക്കെ, അതും അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ റിങ്സും ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആർക്കുണ്ട്? കാർബൺ ആറ്റത്തിനുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേഴ്സറ്റൈൽ നേച്ചർ അല്ലെങ്കിൽ കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ കാർബണിന് മാത്രമുള്ള 2 യുണീക് പ്രോപ്പർട്ടീസ് ആണ്. 1 is your catenation and 2 is your tetravalency. Okay, that's it. അപ്പോൾ അതാണ് നമുക്ക് വേഴ്സറ്റൈൽ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത്. ദെൻ ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുക. ഹൈഡ്രോകാർബൺസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, അതേപോലെ തന്നെ എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റംസ് തമ്മിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അവരെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് HC എന്ന് വിളിക്കുക. ആൻഡ് അൺസാച്ചുറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡബിൾ ബോണ്ട് വരാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരാം. ഓക്കെ, സോ സിംഗിൾ ബോണ്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് ആൽക്കെയിൻസ്, ആൽക്കെയിൻ ഫാമിലിയാണ്. ആൻഡ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ആൽക്കീൻസ് അല്ലെങ്കിൽ ആൽക്കൈൻസ്. ഇങ്ങനെ 2 ഡിഫറെന്റ് ഫാമിലീസ് ആണ് നമുക്കുള്ളത്. സോ ഇനി ഇതിന്റെ ഓരോ മെമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണ്? CH4 ആൽക്കെയിൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ആള് മീഥെയിൻ ആണ്. ദെൻ C2H6 അതാരാണ്? ഈഥെയിൻ ആണ്. ദെൻ C3H8 അതെന്താണ്? പ്രൊപ്പെയിൻ ആണ്. ഇങ്ങനെ ആ ഒരു ആൽക്കെയിൻ ഫാമിലി താഴേക്ക് ബിൽഡ് ചെയ്ത് പോകാനായിട്ട് അറിയാലോ. അപ്പൊ ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ മീഥെയിനിൽ നിന്ന് ഈഥെയിനിലേക്ക് പോകുമ്പോൾ എത്ര ഡിഫറൻസ് ഉള്ളതാണ്? ഇവിടെ 1 കാർബൺ, ഇവിടെ 2 കാർബൺ. സോ 1 കാർബൺ, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 6 ഹൈഡ്രജൻ. അപ്പൊ എത്രയാണ്? 2. CH2 അല്ലേ ഇവ 2 തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അതുപോലെ ഈഥെയിൻ പ്രൊപ്പൈൻ നോക്കി നോക്കൂ. ഇത് C2, ഇത് C3, അപ്പൊ 1 കാർബൺ. ഇത് H6, ഇത് H8, അപ്പൊ 2 ഹൈഡ്രജൻ, CH2. നിങ്ങൾ ഈ ഒരു സീരീസ് ഫുള്ള് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ മെമ്പറിൽ നിന്ന് അടുത്ത മെമ്പറിലേക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് CH2 ആണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. അപ്പോൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും, സെയിം ജനറൽ ഫോർമുല ആയിരിക്കും. സക്സസീവ് മെമ്പേഴ്സ്, അടുത്തടുത്ത മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ജസ്റ്റ് CH2. ആൻഡ് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. എക്സാമ്പിൾ മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ അങ്ങനെ പോകുന്നു. ഓക്കെ, ഇത് ആൽക്കീൻസിൽ മാത്രമല്ല കേട്ടോ, ആൽക്കീൻസിൽ ഇത് ആപ്ലിക്കബിൾ ആണ്, അതേപോലെ തന്നെ ആൽക്കൈൻസിലും ഇവർ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ,
ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ഹോമോലോഗസ് സീരീസ് ആണ്. ഫൈൻ. നൗ ഇനി അടുത്തത് നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CH4 ഇത് നമ്മുടെ നോർമൽ ആൽക്കെയിൻ ആയിരുന്നു അല്ലെ, മീഥെയിൻ ആയിരുന്നു. ഇതിനകത്തേക്ക് ഒരു എച്ചിനെ മാറ്റിയിട്ട് ഞാൻ OH കൊടുത്തു നിൽക്കുക, CH3OH. ഇപ്പം ഞാൻ എന്ത് വിളിക്കും? ഇതിനെ ഞാൻ ആൽക്കെയിൻ എന്നല്ല, പകരം ആൽക്കഹോൾ എന്നാണ് വിളിക്കുക. ഓക്കെ. ഇനി ഇവിടെ OH പകരം COH ആയിരുന്നു എന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ ഇതിനെ കാർബോക്സിലിക് ആസിഡ് എന്നാണ് വിളിക്കുക. ഇനിയല്ല CH3ClO അല്ലെങ്കിൽ CH3 ബ്രോമിനോ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതെന്താണ്? ഇത് ഹാലോജൻ ഫംഗ്ഷൻ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇതൊരു ആൽക്കൈൽ ഹലൈഡ് ആയിട്ട് മാറും. ഇനിയല്ല ഈ CH3 അവിടെ വന്നേക്കുന്ന ഒരു CHO ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ? ഇതൊരു ആൽഡിഹൈഡ് ആയി. ഓക്കെ. ഇനിയല്ല CH3COCH3 CO ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു കീറ്റോൺ. മനസ്സിലായോ? അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് വരുമ്പോഴും നമുക്ക് എന്താണ്? ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ് കിട്ടുന്നത്. ഫൈൻ. യെസ്. ഇനി അടുത്തത് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ അത്യാവശ്യം നല്ല ഇലാബറേറ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ആക്കേണ്ടതാണ്. ഓക്കെ. ബട്ട് സ്റ്റിൽ നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ് കൊണ്ട് എനിക്ക് എന്ത് വരാൻ പറ്റും? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒരു റൂൾ ഓഫ് തമ്പ് ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. നോമൻക്ലേച്ചർ ചെയ്യാനായിട്ട് എന്ത്? വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്, ഇത് നോക്കിയാൽ മതി. വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എന്താ? ഒരു കാർബണാറ്റം ആണെന്നുണ്ടെങ്കിൽ മെത്ത്, 2 കാർബണാറ്റം ആണെന്നുണ്ടെങ്കിൽ എത്ത്, 3 ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പ്, 4 വരെയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ട്. എന്താടാ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, കാര്യം പറഞ്ഞോളൂ. 5 ആണെന്നുണ്ടെങ്കിൽ പെന്റ്, 6 ഹെക്സ്, ദെൻ 7 ഹെപ്റ്റ്, 8 ഒക്റ്റ്, 9 എൻ ആൻഡ് 10 ടെക്. ഇത്രയാണ് നമ്മുടെ ഡിഫറെൻറ്റ് വേർഡ് റൂട്ട്സ് വരുന്നത്. ആൻഡ് സഫിക്സ് ആൽക്കെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ANE യൂസ് ചെയ്യാം, ആൽക്കീൻ ആണെന്നുണ്ടെങ്കിൽ ENE യൂസ് ചെയ്യാം, ആൻഡ് ആൽക്കൈൻ ആണെന്നുണ്ടെങ്കിൽ YNE യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു 5 മെമ്പേർഡ് ആയിട്ടുള്ള സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ നമുക്ക് പേരെങ്ങനെ കൊടുക്കാടാ? പെന്റ് വേർഡ് റൂട്ട് പ്ലസ് ആൽക്കെയിൻ അല്ലേ, അപ്പോൾ സഫിക്സ് ANE. അപ്പോൾ എന്ത് കിട്ടി? പെന്റെയിൻ എന്ന് കിട്ടിയില്ലേ? ഇനി 8 ആളുള്ള ഒരു ട്രിപ്പിൾ ബോണ്ടഡ് ആണെന്നുണ്ടെങ്കിലോ വേർഡ് റൂട്ട് ഒക്റ്റ് പ്ലസ് സഫിക്സ് എന്താ? YNE. അപ്പോൾ നമുക്ക് പേരെന്ത് കിട്ടി? പെന്റൈൻ. ഓക്കെ. ക്ലിയർ? യെസ്, ഐ നോ സമയം നമ്മുടെ ഷെഡ്യൂളിനെക്കാട്ടിയും കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ബട്ട് നോ വറീസ്, നമുക്ക് പഠിക്കണ്ടേ? ആകെപ്പാടിന് കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ള, അതും കൂടെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. സോ അപ്പോൾ ഇതാണ് നോമൻക്ലേച്ചറിന്റെ ഒരു ബേസിക്. ഓക്കെ. അപ്പോൾ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കുക, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് റൂട്ട് പിക്ക് ചെയ്യുക, ആൻഡ് ഏതാണ് സഫിക്സ് നോക്കുക, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? കൊടുക്കാം. ഓക്കെ. ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ്? വേർഡ് റൂട്ടിന്റെ എൻഡിൽ OL വരണം, ദെൻ കാർബോക്സിലിക് ആസിഡ്സ് ആണെങ്കിൽ OIC ആസിഡ്സ് എന്നൊക്കെ വരണം. പക്ഷെ അൺടിൽ 10th നിങ്ങൾക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ആൽക്കൈൻ, ആൽക്കൈൻസ് ആയിട്ട് നിങ്ങൾ തെറോ ആയാൽ മതി. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. നൗ കെമിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്ക് 3 റിയാക്ഷൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. 10th മാത്രമല്ല, നിങ്ങൾ ഹയർ ക്ലാസ്സസ് 11th വന്നാലും 12th വന്നാലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് റിയാക്ഷൻസ് ആണ്. ഓക്കെ. സോ ഫസ്റ്റ് വൺ ഇസ് ബേസിക്കലി കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ മീഥെയിൻ എടുത്തു, അതിനകത്തേക്ക് ഞാൻ ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? പ്രോഡക്ട്സ് എപ്പോഴും സെയിം ആണ് കമ്പഷനിൽ. ഇവിടെ ഏത് ഹൈഡ്രോ കാർബൺ ആണ്, +1 കാര്യം ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാര്യം +1 നിങ്ങൾക്ക് അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 റിയാക്ഷനാണ്. ഏത് ഹൈഡ്രോ കാർബൺ ആയിക്കോട്ടെ, അതിനകത്തേക്ക് നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കാർബൺ ഡയോക്സൈഡും വാട്ടറും അതുപോലെ തന്നെ ഹീറ്റും കിട്ടും. ഓക്കെ. ഇത് ഹീറ്റാണ്. ഓക്കെ. ദെൻ ഇനി അടുത്തത്, ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ C3H8 എടുത്തു വിചാരിക്കും, ഇതിനകത്തേക്കാണ് ഞാൻ ഓക്സിജൻ ആഡ് ചെയ്യുന്നതെങ്കിലോ പ്രോഡക്റ്റ് വിൽ ബി സെയിം, CO2 പ്ലസ് H2O പ്ലസ് ഹീറ്റ്. ജസ്റ്റ് ബാലൻസിങ് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക്കലി കമ്പഷൻ. ഹൈഡ്രോ കാർബൺസ് ആടമോനെ ചാപ്റ്റർ 4 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസ് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ. ഇപ്പൊ കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ എടുത്തിട്ട് നമ്മൾ ഓക്സിജൻ ആയിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഓൾവേസ് ഗെറ്റ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് ഹീറ്റ്. ഓക്കെ. ഇതാണ് കമ്പഷൻ റിയാക്ഷൻ. ആൻഡ് സെക്കൻഡ് വൺ അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം എടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈഥീൻ, CH2 ഡബിൾ ബോണ്ട് CH2. ഇതിനകത്തേക്ക് ഞാൻ H2 ആഡ് ചെയ്തു വിചാരിക്കും. അഡീഷൻ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോടാ? ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിക്കാം. അപ്പോൾ എന്തായി? കാർബൺ സിംഗിൾ ബോണ്ടായി. ഇവിടെ H ഓൾറെഡി ഉണ്ട്, ഇവിടെ H ഓൾറെഡി ഉണ്ട്, ഇവിടെ H ഓൾറെഡി ഉണ്ട്, ഇവിടെ H ഓൾറെഡി ഉണ്ട്. സോ ഇവിടെ ബ്രേക്ക് ചെയ്തില്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ ആഡ് ചെയ്ത H2ന്ന് ഒരു Hനെ ഈ കാർബണിലേക്ക് കൊടുക്കുക, ഒരു Hനെ ഈ കാർബണിലേക്ക് കൊടുക്കുക. അപ്പൊ എന്തായി? ഇവിടെയും ഒരു H വന്നു, ഇവിടെയും ഒരു H വന്നു. എന്താ സാധനം? CH3 സിംഗിൾ ബോണ്ട് CH3 അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ബോണ്ടഡ് കമ്പൗണ്ടിനെ
നമ്മൾ എന്താക്കി മാറ്റി, നമ്മളുടെ സിംഗിൾ ബോണ്ടഡ് കമ്പൗണ്ട് ആക്കി മാറ്റി. ഇതാണ് ബേസിക്കലി എന്ത് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ, ട്രിപ്പിൾ ബോണ്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് H2 ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഡബിൾ ബോണ്ട് ആകും, ആൻഡ് ദെൻ അതിനകത്തേക്ക് വീണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അങ്ങനെ രണ്ട് സ്റ്റെപ്പിലായിട്ട് റിയാക്ഷൻ നടത്താം കേട്ടോ. അപ്പോൾ അതാണ് അഡീഷൻ റിയാക്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ആണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പം ഞാൻ മീഥൈൻ എടുത്തു, കാർബൺ, അതിന് നമുക്ക് 4 ഹൈഡ്രജൻസ് ഉണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു Cl2 ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക, ക്ലോറിൻ മോളിക്യൂൾ. അപ്പോൾ എന്ത് സംഭവിക്കടാ, ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ക്ലോറിൻ ഇവിടെ കയറിയിരിക്കും. അപ്പോൾ H H H ആൻഡ് ഇവിടെ ഹൈഡ്രജന് പകരം ആര് വരും, ക്ലോറിൻ വന്നു. പ്ലസ് ബൈ പ്രോഡക്റ്റ് എന്താ, ഈ H ഇപ്പോൾ പുറത്തേക്ക് വന്നില്ലേ, നമ്മൾ Cl2 അല്ല ആഡ് ചെയ്തേ, അതിനകത്ത് ഒരു ക്ലോറിനല്ലേ ഇവിടെ കയറിയിട്ടുള്ളൂ, ബാക്കി ഒരു ക്ലോറിനില്ലേ, ആ Hഉം ഈ Clഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് വരും, HCl വരും. ഇതാണ് ബൈ പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ ആയ സബ്സ്റ്റിറ്റ്യൂഷൻ? ഇനി അടുത്ത ഈ മോളിക്യൂളിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് എന്ത് വേണം, അടുത്തൊരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ വയ്ക്കാം. ബൈ പ്രോഡക്റ്റ് എന്ത് തന്നെ വരും, HCl തന്നെ വരും. വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനെ മാറിയിട്ട് അവിടെ ക്ലോറിൻ വരും. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഹൈഡ്രജനെ മാറിയിട്ട് എന്ത് വരും, അവിടെ ക്ലോറിൻ വരും. NCERT ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ്സിൽ ചോദിച്ചാൽ മതി. ഐ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ബാക്ക് ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കീൻസ് അല്ലെങ്കിൽ ആൽക്കൈൻസ്, ഇവര് നിങ്ങൾ ആരോ മാർക്ക് നോക്കുക, ഇവരാരെങ്കിലും റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആൽക്കെയിൻ ആണ് കിട്ടുന്നതെങ്കിൽ ഇത് എന്ത് റിയാക്ഷനാണ്, ഇത് ബേസിക്കലി അഡീഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി അല്ല ആൽക്കെയിൻ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ആൻഡ് വി ആർ ഗെറ്റ് സംതിങ് എൽസ്, നമുക്ക് ആൽക്കെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് വേറെ എന്തോ ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നതെങ്കിൽ അത് ജനറലി എന്തായിരിക്കും, അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് കമ്പഷൻ, എന്താണ് അഡീഷൻ ആൻഡ് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഫൈൻ. നൗ ഇനി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുള്ളൂ. എഥനോൾ, എഥനോയിക് ആസിഡ്, ദെൻ സപ്പോണിഫിക്കേഷൻ, ദാറ്റ്സ് ഇറ്റ്. എഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2OH, ഇതാണ് എഥനോൾ എന്ന് പറയുന്നത്. സോ കാർബൺ, ഇവിടെ നമുക്ക് 3 ഹൈഡ്രജൻസ് ഉണ്ട്. നെക്സ്റ്റ് കാർബൺ, ഇവിടെ നമുക്ക് 2 ഹൈഡ്രജൻസ് ആൻഡ് ഇവിടെ ഒരു OH. സോ നമുക്ക് 3 റിയാക്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഇതിനകത്തേക്ക് നമ്മൾ സോഡിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഈ H മാറിയിട്ട് അവിടെ ആര് കയറിയിരിക്കും, Na കയറിയിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ 2C2H5OH, അതിനകത്തേക്ക് ഞാൻ 2Na ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു, ഈ H മാറിയിട്ട് ഈ സോഡിയം അവിടെ കയറിയിരിക്കും. അപ്പോൾ എന്തായി, 2C2H5ONa. ബാക്കി 2 H അല്ലേ ഇവിടെ ഇപ്പോൾ ഉള്ളത്, അതിവിടെ H2 ആയിട്ട് ബൈ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ റിയാക്ഷൻ? ഇതാണ് സോഡിയം ആയിട്ടുള്ള റിയാക്ഷൻ, എഥനോൾ വിത്ത് സോഡിയം. ഇനി അടുത്തത് നിങ്ങൾ CH3CH2OH, അതായത് നമ്മുടെ എഥനോൾ, ഇതിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് എന്താണ് ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് കാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് മാറുക. CH3COH കാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് മാറുക. ആൻഡ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക വാട്ടർ ആണ്. ക്ലിയർ? ഈ ഒരു സാധനം ഓക്സിഡേഷൻ, ഇതിൽ നിങ്ങൾ അത്ര ഡെപ്തിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. എന്താണ് അത് എവിടെ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടാവും, +1 +2 വരുമ്പോൾ ഓക്സിഡേഷൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആൽക്കഹോൾ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആവുന്നത് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി, ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇസ് ലൈക്ക് ഡീഹൈഡ്രേഷൻ. അത് വെരി സിമ്പിൾ, ഞാൻ കാണിച്ചുതരാം. ഇതല്ലേ നമ്മുടെ എഥനോള്, CH3CH2OH. ഇതിനകത്തേക്ക് നമ്മൾ H2SO4 സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താലാണ് ഡീഹൈഡ്രേഷൻ നടക്കുക. ഇതാണ് എന്ത്, സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. സോ ഡീഹൈഡ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബോഡി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡീഹൈഡ്രേറ്റ് ആവാന്ന് പറയില്ലേ, എന്താ അതിന്റെ അർത്ഥം, നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ കണ്ടന്റ് പോവുക. അപ്പൊ ഈ എത്തനോളിൽ നിന്ന് വാട്ടറിനെ കളഞ്ഞാൽ മതി. ഇതാ ഇവിടെ എനിക്കൊരു OH ഉണ്ട്, അപ്പൊ ഈ കാർബൺ ആറ്റത്തിൽ നിന്ന് ഞാൻ ഓൾറെഡി ഒരു OHനെ കളഞ്ഞു, ദെൻ നെക്സ്റ്റ് കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജൻ എടുത്ത് കളാം. അപ്പൊ വാട്ടർ ആയിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയില്ലേ, ബാക്കി എന്താ ഉള്ളത്, കാർബൺ 2 ഹൈഡ്രജൻ, ദെൻ ഇപ്പുറത്തെ കാർബൺ 2 ഹൈഡ്രജൻ. വാലൻസി സാറ്റിസ്ഫൈഡ് അല്ലല്ലോ, വാലൻസി സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എന്ത് വേണം, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരണ്ടേ, നല്ല കാർബൺ ചുറ്റും 4 വാലൻസീസ് വരുള്ളൂ. അപ്പൊ ഇതെന്തായി, CH2 ഡബിൾ ബോണ്ട് CH2 വിച്ച് ഇസ് യുവർ ആൽക്കീൻ. ആൻഡ് ബൈ പ്രോഡക്റ്റ് എന്താടാ, വാട്ടർ ആയിരിക്കുമല്ലോ, കാരണം നമ്മൾ വാട്ടറിലെ പുറത്തേക്ക് കളഞ്ഞിരുന്നു. ഇതാണ് ബേസിക്കലി ഡീഹൈഡ്രേഷൻ. അപ്പൊ നമ്മൾ ഒരു ആൽക്കഹോളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്
നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് ആൽക്കീൻ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആണ്? അത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഈ രണ്ട് റിയാക്ഷൻസ്, ഈ മൂന്ന് റിയാക്ഷൻസ് എത്തനോളിന്റെ പ്രത്യേകം നോക്കുക. റിയാക്ഷൻ വിത്ത് സോഡിയം, ഓക്സിഡേഷൻ ആൻഡ് ഡീഹൈഡ്രേഷൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ കംസ് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ആണ്, അതായത് CH3 then COOH. ഈ എഥനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നും. ഇത് ബേസിക്കലി എന്താണ്? എഥനോയിക് ആസിഡിന്റെ ഒരു 5 to 8% കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനാണ് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ചുറുക്ക, വിനിഗർ. ഓക്കെ, സോ അതൊരു വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു വീക്ക് ആസിഡ് ആണ്. സോ നമുക്ക് ഇവിടെയും റിയാക്ഷൻസ് നോക്കാം. CH3COH എഥനോയിക് ആസിഡ് എടുത്തു, അതിനകത്തേക്ക് NOH ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കണം? നേരത്തെ കണ്ടതന്നെ, ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ സോഡിയം കയറിക്കും. അപ്പൊ എന്തായി? CH3CONA. ആൻഡ് ബൈ പ്രോഡക്റ്റ് എന്താ ഉള്ളത്? ഇതാ ഈ OHും ഈ Hഉം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് വാട്ടർ കിട്ടി. ഓക്കെ, ഇതാണ് NOH ആയിട്ടുള്ള റിയാക്ഷൻ. ഫൈൻ. ഇനി അടുത്തത്, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. ഇതെന്താ? ഇതൊരു ആസിഡ് ആണ്. ഇതെന്താണ്? സോഡിയം കാർബണേറ്റ് ആണ്. ആസിഡും കാർബണേറ്റും നമ്മൾ റിയാക്ട് ചെയ്താൽ എന്ത് തരുന്നാടാ സാർ പറഞ്ഞു തന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ? നമുക്ക് സോൾട്ട് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, വാട്ടർ കിട്ടും. സോ ബൈ പ്രോഡക്ട്സ് ഓൾറെഡി കിട്ടി. സോൾട്ട് എങ്ങനെ എഴുതാടാ? അതാ ഈ H മാറ്റിയിട്ട് അവിടേക്ക് സോഡിയം തന്നെ കൊടുത്താൽ മതി. സോ CH3CONA. സിമ്പിൾ അല്ലേ? ദെൻ എസ്ട്രിഫിക്കേഷൻ. എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ റിയാക്ട് ചെയ്യിക്കുന്നത് കാർബോക്സിലിക് ആസിഡും അതുപോലെ തന്നെ ആൽക്കഹോൾ ആണ്. എത്തനോൾ എന്നല്ല, ആൽക്കഹോൾ ആണ്. ഈ ഒരു ജനറൽ, ഈ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ ഏതാണ്? നമ്മളിവിടെ നേരത്തെ പഠിച്ച രണ്ട് ആൾക്കാരെ തമ്മിലാണ് കമ്പൈൻ ചെയ്യിക്കുന്നത്. എഥനോയിക് ആസിഡ് പ്ലസ് എത്തനോൾ. പ്രൊഡക്റ്റ് എന്ത് വരും നോക്കിയാടാ? വളരെ സിമ്പിൾ ആണ്. ഈ Hനെയും ഈ OHനെയും കൂടെ വാട്ടർ ആയിട്ട് പുറത്തേക്ക് എഴുതാം. ബാക്കി ഈ രണ്ട് ആൾക്കാരെ ചേർത്തിടുക. CH3COO C2H5 പ്ലസ് വാട്ടർ. ഈസി അല്ലേ? ഏതാണ് ഇപ്പൊ പറഞ്ഞ റിയാക്ഷൻ ആണോ? അതാ CH3COOH പ്ലസ് C2H5OH. ഓക്കെ, എങ്ങനെയാ പ്രൊഡക്റ്റ് എഴുതാ? ഈ Hനെയും ഈ OHനെയും കൂടെ നമ്മൾ എന്താക്കി? വാട്ടർ ആക്കി. ബാക്കി എന്താ ഉള്ളത്? CH3COO. ഇപ്പുറത്ത് എന്താ ഉള്ളത്? C2H5. ഈസി അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നോ. ഈ Hഉം OHും കൂടെ വാട്ടർ ആയിട്ട് പുറത്തേക്ക് എഴുതാം. ബാക്കി ഈ ഫ്രാഗ്മെന്റും കൂടെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത്. ഈസി. ഇതാണ് എസ്ട്രിഫിക്കേഷൻ. ആൻഡ് ദിസ് പ്രോഡക്റ്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്റ്റർ എന്ന് വിളിക്കുക. ആൻഡ് എസ്റ്റർ ഇസ് ഹാവിങ് എ ഫ്രൂട്ടി സ്മെൽ. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കമ്പൗണ്ട്സ് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും വരും. ഇവിടെ നിന്നൊരു വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ വരും. അതായത് കമ്പൗണ്ട് A, അതിന്റെ മോളിക്കുലർ ഫോർമുല ഇതാണ്, അത് ഇന്നതായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ B കിട്ടും, അത് റിയാക്ട് ചെയ്യുമ്പോൾ C കിട്ടും, അത് D കിട്ടും, എന്നിട്ട് ABCD കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പൊ അവിടെയൊക്കെ ഒരു ഹിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൂട്ടി സ്മെൽ ആയിരിക്കും. അപ്പൊ അത് കണ്ടാൽ ഉറപ്പിക്കണം എന്താണ് നമ്മൾ പറയുന്നത് എസ്റ്ററിനെ പറ്റിയിട്ടാണെന്നുള്ളത്. ഓക്കെ, യെസ്, വി ആർ അപ്രോച്ചിങ് ടുവേർഡ്സ് ദ ലാസ്റ്റ് പാർട്ട്, സെപ്പോണിഫിക്കേഷൻ. സെപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അതായത് എസ്റ്റർ എടുത്തു, ഈ CH3COO C2H5 നമ്മൾ നേരത്തെ പറഞ്ഞു എസ്റ്റർ ആണെന്ന്. ഇതിനകത്തേക്ക് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആഡ് ചെയ്തെന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കൂടാ? എന്ത് സംഭവിക്കും? ഈ C2H5ഉം ഈ OHും കൂടെ എന്തായി? നമുക്ക് C2H5OH ആയി. ബാക്കി എന്താ ഉള്ളത്? ഈ ഒരു പാർട്ട് CH3COO ആൻഡ് ഇപ്പുറത്ത് എന്താ ഉള്ളത്? Na. ഇപ്പൊ ഇത് കണ്ടില്ലേ? ഇതെന്താ ബേസിക്കലി? ഇത് കാർബോക്സിലിക് ആസിഡിന്റെ ഒരു സോഡിയം സോൾട്ട് ആണ്. ഇതിന്റെ ഒരു ഹയർ വേർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സോപ്പ് എന്ന് പറയുന്നത്. സോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫാറ്റ്സിനെ നമ്മൾ ഈ NaOH ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സോപ്പ് പ്ലസ് ഗ്ലിസറോൾ ആണ്. ഓക്കെ, സോ ആൻഡ് സോപ്പിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയാലോ. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നത്. എക്സാക്ട്ലി എങ്ങനെയാണ് ക്ലെൻസിങ് വരുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഹാർഡ് വാട്ടറും അതുപോലെ തന്നെ ഡിറ്റർജൻസിന്റെ കേസ്. അതായത് ഹാർഡ് വാട്ടർ ആക്ച്വലി എന്താണ്? അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹാർഡ് വാട്ടർ ആണ് കൂടുതൽ. അപ്പൊ ഈ ഹാർഡ് വാട്ടർ ആക്ച്വലി സോപ്പിന്റെ എഫിഷ്യൻസി കുറയ്ക്കും, അത്ര വൃത്തിക്ക് ക്ലീൻ ആവില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? അവിടെ നമ്മൾ ഡിറ്റർജൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പാർട്ട്, ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ലാസ്റ്റത്തെ ടോപ്പിക് ആണ് കേട്ടോ. സോ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ പറയാം. ഓക്കെ, അതായത് ഇതിന് രണ്ട് പാർട്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ നോൺ പോളാർ ടെയിൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈഡ്രോഫോബിക് ടെയിൽ എന്നാണ് വിളിക്കുക. ഓക്കെ, ആൻഡ് അടുത്തതാണ് എന്ത്?
ഇതാണ് നമ്മുടെ പോളാർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജനറലി നമ്മൾ സ്കീമാറ്റിക്കലി ഒരു സോപ്പ് മോളിക്യൂൾ ഇങ്ങനെയാണ് കാണിക്കുക. നമുക്ക് എന്തുണ്ട്, നമുക്ക് ഒരു നോൺ പോളാർ ടെയിലും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പോളാർ ഹെഡും ഉണ്ട്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്കിതൊന്ന് പറഞ്ഞു പോകാം. സോ സോപ്പ് മോളിക്യൂൾ ഹാസ് 2 പാർട്സ്. ഏതാണ്? ഒന്നാമത്തെ ഹൈഡ്രോഫോബിക് ടെയിൽ. അത് ആരുടെ സൈഡിലേക്കാണ് അത് അട്രാക്ട് ചെയ്യുക? പോളാർ അല്ലാത്തതുകൊണ്ട് തന്നെ അത് പോകുന്നത് ഓയിൽ, ഗ്രീസ് പോലത്തെ നമുക്ക് എന്താണോ ക്ലീൻ ചെയ്യേണ്ടത് ആ ഇംപ്യൂരിറ്റീസ് ആയിട്ടാണ് അതിന് അട്രാക്ഷൻ വരുന്നത്. ആൻഡ് രണ്ടാമത്തെ നമ്മുടെ ഹൈഡ്രോഫിലിക് ഹെഡ്. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ലവിങ് ആണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് പോളാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എവിടേക്കാണ് അട്രാക്ട് ചെയ്യുക? അത് വാട്ടറിലേക്കാണ്. ഹൈഡ്രോഫോബിക്, ഫോബിയ മീൻസ് പേടിയല്ലേ? അപ്പൊ എന്താണ് ഇത്? ആക്ച്വലി വാട്ടർ ഹേറ്റിംഗ് ആണ്. ഓക്കെ, സോ ടെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ ആൻഡ് ഗ്രീസ് ആയിട്ടാണ് അട്രാക്ട് ആവുക, ആൻഡ് ഹെഡ് എന്ന് പറയുന്നത് വാട്ടർ ആയിട്ടാണ് അട്രാക്ട് ആവുക. ആൻഡ് നമ്മൾ വാട്ടറിലേക്ക് ഈ സോപ്പ് മോളിക്യൂൾസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ? ഇത് ആക്ച്വലി ഇങ്ങനെ, അതായത് അതിൻ്റെ ഒരു ഹെഡ്സ് ഒക്കെ പുറത്തേക്കും ആൻഡ് ടെയിൽസ് ഒക്കെ അകത്തേക്കുള്ള രീതിക്ക് ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ എന്ത് ചെയ്യൂടാ? ഇത് ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ നടുക്കാണ് നമ്മൾ എന്തുള്ളത്? നമ്മുടെ ഈ ഡേർട്ട് അല്ലെങ്കിൽ ഗ്രീസ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈസെൽ. ഓക്കെ, അപ്പൊ സോപ്പ് നമ്മൾ ആക്ച്വലി വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം മൈസെൽസ്. ഓക്കെ, ആൻഡ് ഈ മൈസെൽസിന്റെ അകത്ത് ആരുണ്ട്? നമ്മുടെ ഡേർട്ട് അല്ലെങ്കിൽ ഗ്രീസ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് ഇനി നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യൂടാ? ഈ സോപ്സ് ഈ ഗ്രീസ് പാർട്ടിക്കിൾസിനെയും കൊണ്ട് ക്ലീൻ ആയിട്ട് പുറത്തേക്ക് പോകും. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്? സോപ്പ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൈസെൽസും അതുപോലെ തന്നെ ഈ ഒരു ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പും മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. ക്ലിയർ? യെസ്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് എൻറ്റയർ CBSE 10th കെമിസ്ട്രി എന്ന് പറയാനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് കണ്ടു, ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ് കണ്ടു, ദെൻ അത് കഴിഞ്ഞിട്ട് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ആൻഡ് ഫൈനലി കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്സ്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ തിയറി ടോപ്പിക്സും മസ്റ്റ് ആയിട്ട് നോക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതിനകത്തുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? ഒരു പ്രത്യേക അറ്റൻഷൻ കൊടുത്തിട്ട് തന്നെ ചെയ്യുക. ആൻഡ് ഫൈനലി എന്ത് നോക്കണം? നിങ്ങളുടെ PYQസും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടാണോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി മോർ ഡൗട്ട്സ്? പ്രത്യേകിച്ച് ചാറ്റ് ബോക്സിൽ അങ്ങനെ ഡൗട്ട്സ് ഒന്നും കാണുന്നില്ല. സോ എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ളത് വൺ ഫൈനൽ അഡ്വൈസ്. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാക്കും. അപ്പോൾ എക്സാം ഹോളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യരുത്? ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് എന്താണോ നിങ്ങൾ പഠിച്ചത് ആ പഠിച്ച കാര്യം വൃത്തിക്ക് എന്ത് ചെയ്യുക? ഓർത്തെടുത്തിട്ട് അത് ആ ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് ആൻസർ കൊടുക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതാണ് പറയാനുള്ളത്. ടെൻഷൻ അടിക്കാണ്ട് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഗൈസ്. സോ ഹോപ്പ് യു എൻജോയ്ഡ് അവർ സെഷൻസ്. അപ്പോൾ ഇതുപോലത്തെ ഫർദർ ഇൻട്രസ്റ്റിംഗ് സെഷൻസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ഇന്റർവെൽ ലേണിംഗ്. ഓക്കെ, സോ നമ്മളിനി ഓരോരോ സബ്ജക്ട്സിൻ്റെയും എക്സാംസ് വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ടാവും. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഗൈസ്. ഹാവ് എ നൈസ് എക്സാം. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുക. ആൻഡ് ഡു ഷെയർ യുവർ ഫീഡ്ബാക്സ്. ഓക്കെ, താങ്ക് യു, ബൈ. യെസ്, ഒരു ടെൻഷനും വേണ്ട. എക്സാം വിൽ ബി സിമ്പിൾ. കെമിസ്ട്രി ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് എല്ലാ കൊല്ലവും വരാറ്. ഓക്കെ, സോ നോ വറീസ്. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാം. ഓക്കെ, സോ ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ.